ഇൻവെസ്റ്റ് ചെയ്യണോ ട്രേഡ് ചെയ്യണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 90% ലോസ് മേക്കിംഗ് ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയിലേക്ക് നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് എൻട്രി ചെയ്യണോ എന്നുള്ളതാണ് ചോദ്യം. ടെർമിനലിന്റെ മുമ്പിൽ രാവിലെ ഇരുന്ന് അയാൾ ചില ടെക്നിക്കൽ അനാലിസിസ് ഒക്കെ ചെയ്തിട്ട് ഒരു ട്രേഡ് ചെയ്തിട്ട് അതിന്റെ റിസൾട്ട് ഉണ്ടാക്കുന്ന രീതി പോയി. വുമൺ ആർ ബെറ്റർ ട്രേഡേഴ്സ്. സ്ത്രീകളുടെ അക്കൗണ്ടിലാണ് അധികം റിട്ടേൺസ് ജനറേറ്റ് ചെയ്തിരിക്കുന്നത്. കേരളത്തിൽ കഴിഞ്ഞ വർഷം ഏകദേശം 400 കോടി രൂപയോളമാണ് ട്രേഡിംഗ് സ്കാമിൽ ആളുകളുടെ പണം നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഇവിടെ തൃപ്പൂണിത്തുറയിൽ ഒരു BSNL ജീവനക്കാരൻ, അദ്ദേഹത്തിന്റെ 3 കോടി രൂപയോളമാണ് നഷ്ടപ്പെട്ടത്. ഇങ്ങനെയുള്ള തട്ടിപ്പിന് നമ്മൾ ഇരയായാൽ എവിടെയാണ് കംപ്ലൈന്റ് ചെയ്യുന്നത്? കംപ്ലൈന്റ് ചെയ്യാൻ ഓപ്ഷൻസ് ഉണ്ട്. എന്തൊക്കെ രീതിയിൽ എന്തൊക്കെ തരം തട്ടിപ്പുകളാണ് നടക്കുന്നത് ഈ ഒരു ഫീൽഡിൽ? പ്രധാനമായിട്ടും ഒരു 3 തരം തട്ടിപ്പുകളെന്ന് നമുക്ക് പറയാം. ഇപ്പൊ 2 ക്യാരക്ടേഴ്സ് ഒന്ന് മനസ്സിലൊന്ന് ആലോചിച്ച് നോക്കി. ശ്രീ മമ്മൂട്ടിയുടെ അദ്ദേഹത്തിന്റെ 2 ക്യാരക്ടേഴ്സ് ഉണ്ട്. ഒന്ന് ബൽറാം എന്ന് പറയുന്ന ഒരു പോലീസുകാരനുണ്ട്. ബിഗ് ബി എന്ന് പറയുന്ന സിനിമയിൽ ബിലാലുണ്ട്. ബൽറാം എന്ത് കാര്യത്തിനും വളരെയധികം റിയാക്ട് ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ ബിലാൽ എന്ന് പറയുന്നത് കുറച്ചും കൂടി കമ്പോസ്ഡ് ആണ്. ഒരു 3-4 സ്റ്റെപ്സ് അഹെഡ് പുള്ളി ചിന്തിക്കും. ഇതിന്റെ എൻഡ് റിസൾട്ടിനെ പറ്റി കുറച്ചും കൂടി ബോധവാനാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫൈനായ 530 കോടി രൂപയോളം പൂനെയിലുള്ള ഒരു ട്രേഡിംഗ് അക്കാഡമി നടത്തുന്ന അവധൂത് സാത്തെ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് സെബി കൊടുത്തിട്ടുണ്ട്. അസ്മിത പട്ടേൽ ഏകദേശം 53 കോടി രൂപ. ബാപ്പ് ഓഫ് ചാർട്ട്സ് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിന് 17 കോടി രൂപയാണ് ഫൈൻ കൊടുത്തിരിക്കുന്നത്. ഒരേപോലെ അഭിപ്രായം പറയാത്ത 2 പൊളിറ്റിക്കൽ ഫിഗേഴ്സ് ആണ്. ഒന്ന് അമിത് ഷായും രാഹുൽ ഗാന്ധിയും. പക്ഷെ ഇവര് 2 പേർക്കും ചില സ്റ്റോക്കുകളിൽ നിക്ഷേപങ്ങളുണ്ട്. ചില കാര്യങ്ങൾ പഠിക്കാൻ നമുക്ക് സെമാൻറ്റിക് മെമ്മറി ഉണ്ട്, പ്രൊസീജറൽ മെമ്മറി ഉണ്ട്. ഇത് ഹാൻഡ്സ് ഓൺ ആയിട്ട് ചെയ്ത് പഠിച്ച് സ്കില്ല് ഡെവലപ്പ് ചെയ്യേണ്ട ഒരു വിഷയമാണ്. MBBS 3rd ഇയറോ 4th ഇയറോ പഠിക്കുന്ന ഒരു കുട്ടി അവർ വളരെ മനോഹരമായിട്ടൊരു വീഡിയോ ഉണ്ടാക്കുന്നു, നല്ല കോണ്ടന്റും VFX ഒക്കെ ഉപയോഗിച്ചൊരു വീഡിയോ ഉണ്ടാക്കുന്നു. അതേ സമയത്ത് 10-12 വർഷം അല്ലെങ്കിൽ 15 വർഷം എക്സ്പീരിയൻസ് ഉള്ള ഒരു ഡോക്ടർ ഒരു ഹോസ്പിറ്റലിൽ ഉണ്ടെന്ന് വിചാരിക്കാം. കാണുന്ന വീഡിയോ ചിലപ്പോൾ ഈ MBBS പഠിക്കുന്ന കുട്ടിയുടെ ആയിരിക്കാം. പക്ഷെ ഹരിതയ്ക്ക് ഒരു പ്രശ്നം വന്നാൽ അല്ലെങ്കിൽ ഒരു സർജറി വന്നാൽ ഹരിത ആരുടെ അടുത്താ പോവുക? ഡോക്ടറിന്റെ അടുത്താണ് പോവുക. ലാബിൽ പോയി മരുന്ന് വാങ്ങണം. അപ്പം മരുന്ന് വാങ്ങി അതിനുശേഷം ഡിസ്ചാർജ് ആവണം. ഡിസ്ചാർജ് ആവുമ്പോൾ എന്ത് വേണം? ഇൻഷുറൻസ് വേണം. ഇൻഷുറൻസ് കമ്പനികൾ നമ്മുടെ മാർക്കറ്റിലുണ്ട്. ആളുകൾക്ക് മാത്രമല്ല, ഇപ്പൊ ദൈവത്തിന് വരെ ഡിമാറ്റ് അക്കൗണ്ട് ഉണ്ട്. തിരുപ്പതി ക്ഷേത്രം TTD എന്ന് പറയും, തിരുപ്പതി തിരുമല ദേവസ്ഥാനം. ആ അമ്പലത്തിലേക്ക് ഒരു വ്യക്തിക്ക് സമർപ്പണമായിട്ട് ഡൊണേഷനായിട്ട് സ്റ്റോക്സ് കൊടുക്കാം. അഫിലിയേറ്റ് പ്രോഗ്രാംസ് ഏതെങ്കിലും ആൾക്കാർ റൺ ചെയ്യുന്നുണ്ടെങ്കിൽ, ട്രേഡിംഗ് മാത്രമാണ് അവിടെ പഠിപ്പിക്കുന്നതെങ്കിൽ, സ്കിൻ ഇൻ ദ ഗെയിം ഇല്ല എങ്കിൽ, BSc എൻലിസ്റ്റ്മെന്റ് നമ്പർ ഇല്ല എങ്കിൽ, സെബി രജിസ്ട്രേഷൻ ഇല്ല എങ്കിൽ, എസ്കേപ്പ്. പലിശ വേണ്ട എന്ന് വിശ്വസിക്കുന്ന സത്യവിശ്വാസികളായ മര്യാദയ്ക്ക് ബിസിനസ് ചെയ്ത് അല്ലെങ്കിൽ ജോലി ചെയ്ത് പണം ഉണ്ടാക്കി പലിശ വേണ്ട എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. എസ്പെഷ്യലി മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ അങ്ങനെ വലിയൊരു വിഭാഗമുണ്ട്. അപ്പോളോ ഹോസ്പിറ്റൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹോസ്പിറ്റൽ ചെയിനാണ്. ആക്ടർ രാംചരൺ അദ്ദേഹത്തിന്റെ വൈഫിന്റെ ഫാമിലിയാണ് അത് ഓൺ ചെയ്യുന്നത്. ഒട്ടനവധി പേർക്ക് ഇന്ത്യയിലെ പല കമ്പനികളിലും ഇൻവെസ്റ്റ്മെന്റും ഓണർഷിപ്പും. P&L സ്റ്റേറ്റ്മെന്റ് തന്നെ ഒരുപാട് മാനിപ്പുലേഷൻ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഒരു വ്യക്തിക്ക് 2 അക്കൗണ്ട് സൈമിൾട്ടേനിയസ് ആയിട്ടുണ്ടാവും. ഒരേ സമയത്ത് ഒരു അക്കൗണ്ടിൽ അദ്ദേഹം ബൈ ആയിരിക്കും ചെയ്യുന്നത്, ഒരു സ്ഥലത്ത് സെൽ ആയിരിക്കും ചെയ്യുന്നത്. എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ലാഭവും നഷ്ടവും ഉണ്ട്. പക്ഷെ നിങ്ങളുടെ അടുത്ത് കാണിക്കുന്നത് ആ ലാഭത്തിന്റെ കണക്കുകൾ മാത്രമായിരിക്കും. ആന്ധ്രാപ്രദേശിൽ 2024 ഇലക്ഷൻ റിസൾട്ട് ഡിക്ലെയർ ചെയ്യുന്ന ദിവസം, അതായത് ചന്ദ്രബാബു നായിഡു അദ്ദേഹത്തിന്റെ TDP എന്ന് പറയുന്ന പാർട്ടി അധികാരത്തിൽ വരുന്ന ദിവസം മുതൽ 2 ആഴ്ച കൊണ്ട് അദ്ദേഹം ഓൺ ചെയ്യുന്ന ഹെറിറ്റേജ് ഫുഡ്സ് എന്ന് പറയുന്ന കമ്പനിയുണ്ട്. ആ കമ്പനി ഉയർന്നത് 100%. ഒരു ചിക്കൻ ബിരിയാണിയും ഒരു മട്ടൻ ബിരിയാണിയും. ഈ 2 കാര്യത്തിന് സ്പെൻഡ് ചെയ്യുന്ന തുകയുള്ളൂ ഏറ്റവും സേഫർ ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ഒരു വ്യക്തിക്ക് ഇന്ത്യയിൽ ചെയ്യാൻ പറ്റും. ഇത്രയും നേരത്തെ ഒരു കോൺവെർസേഷനിൽ ഇപ്പോൾ സ്റ്റോക്സും ഇൻവെസ്റ്റ്മെന്റിനെ ഒന്നും കുറിച്ച് കൂടുതലൊന്നും അറിയാത്ത ഒരാളെന്നുള്ള രീതിയിൽ എനിക്ക് പോലും ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. നമസ്കാരം, സൈന സൗത്ത് പ്ലസിലേക്ക് സ്വാഗതം. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് സ്റ്റോക്ക് മാർക്കറ്റിൽ 13 വർഷത്തിലധികമായി എക്സ്പീരിയൻസ് ഉള്ള റിസർച്ച് അനലിസ്റ്റ് വിഷ്ണു ആണ്. സ്വാഗതം. ഒരു സാധാരണക്കാരൻ്റെ കയ്യിൽ കുറച്ച് എമൗണ്ട് ഉണ്ട്. അപ്പോൾ അയാൾ ചേട്ടൻ്റെ അടുത്ത് വന്നിട്ട് ഞാൻ ട്രേഡ് ചെയ്യണോ, ഞാൻ ഇൻവെസ്റ്റ് ചെയ്യണോ എന്നൊരു സംശയം ചോദിക്കുകയാണെങ്കിൽ എന്തുത്തരമായിരിക്കും പറയുക? ട്രേഡിങ്ങും ഉണ്ട്, ഇൻവെസ്റ്റ്മെൻറ്റും ഉണ്ട്. ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത് നമ്മളൊരു കമ്പനിയുടെ ബിസിനസ്സിൽ വിശ്വസിച്ച് അത് വർഷങ്ങൾ എടുത്തുണ്ടാക്കിയ ലെഗസിയെ വിശ്വസിച്ച് ഇനിയും ഉള്ള വർഷങ്ങളിൽ അത് നന്നായിട്ട് പെർഫോം ചെയ്യും എന്നുള്ള ആൻറ്റിസിപ്പേഷനിൽ നമ്മൾ അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യണം. ഓക്കെ. ട്രേഡിംഗ് എന്ന് പറയുന്നത് നമ്മൾ ഈ കമ്പനിയുടെ ഫണ്ടമെൻ്റൽസിലേക്ക് ഒന്നും പോവാതെ കമ്പനിയുടെ പ്രൈസ് ആ ഒരു പെർട്ടിക്കുലർ ദിവസം എന്താണ് അതിന് നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നതാണ് ട്രേഡിംഗ് എന്ന് പറയുന്നത്.
ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് വർഷങ്ങളായിട്ടുള്ള കമ്പനികൾ ഈ നാട്ടിൽ നിലനിൽക്കുന്നുണ്ടല്ലോ, ആ കമ്പനികളുടെയൊക്കെ സ്റ്റോക്ക് ഗ്രോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെന്ന് പറയുന്നത് ഒരു സക്സസ് റേഷ്യോ കൂടുതലുള്ള ഒരു രീതിയാണ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ റിലയൻസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ L&T ആയിക്കോട്ടെ, ടൈറ്റൻ ആയിക്കോട്ടെ, അങ്ങനെ ഇന്ത്യയിലെ വളരെ ക്രീമായിട്ടുള്ള കമ്പനീസൊക്കെ വർഷങ്ങളായിട്ട് നിൽക്കുന്നു, അവരുടെ സ്റ്റോക്ക് ഗ്രോ ചെയ്തു, ഇൻവെസ്റ്റേഴ്സിനൊക്കെ വലിയ ലാഭം കിട്ടിയിട്ടുണ്ട്. പക്ഷേ ട്രേഡിംഗ് എന്ന് പറയുന്നത് 90% ആളുകളും ലോസ് ഉണ്ടാക്കുന്ന ഒരു ബിസിനസ്സാണ്. അപ്പോൾ ഒരാൾ ഇൻവെസ്റ്റ് ചെയ്യണോ ട്രേഡ് ചെയ്യണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 90% ലോസ് മേക്കിംഗ് ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയിലേക്ക് നിങ്ങൾ ഡയറക്റ്റായിട്ട് എൻട്രി ചെയ്യണോ എന്നുള്ളതാണ് ചോദ്യം. ടെർമിനലിൻ്റെ മുമ്പിലിരുന്ന് രാവിലെ ഇരുന്ന് അയാൾ ചില ടെക്നിക്കൽ അനാലിസിസ് ഒക്കെ ചെയ്തിട്ട് ഒരു ട്രേഡ് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് ഉണ്ടാക്കുന്ന രീതി പോയി. ഇപ്പോൾ സിസ്റ്റംസാണ് ആക്ടിവേറ്റഡ് ആവുന്നത്. ഇപ്പോൾ ഹരിതയ്ക്ക് ഒരു ആശയമുണ്ട്, ആ ആശയത്തിനെ ഓട്ടോമേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ആ സംഗതിയെ സിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്നു. ആ ഡെവലപ്പ് ചെയ്ത സിസ്റ്റം ഹരിത കൊണ്ടുവരുന്ന ക്യാപിറ്റലിൽ ഡിപ്ലോയ് ചെയ്യുന്നു. എന്നിട്ട് 1 വർഷമോ അല്ലെങ്കിൽ 2 വർഷമോ 6 മാസമോ അതിൽ നിന്ന് എത്ര ശതമാനം റിട്ടേൺ ഉണ്ടായി എന്ന് നോക്കുന്നു. അങ്ങനത്തെ ട്രേഡിംഗ് ആണ് ഇനി വരുന്ന കാലഘട്ടത്തിൽ നിലനിൽക്കുള്ളൂ. മാനുവൽ ട്രേഡിംഗ് ഇല്ലാതെ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യണോ ട്രേഡ് ചെയ്യണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ട്രേഡ് ചെയ്യാൻ സമയം വേണം, പണം വേണം. ഈ 90% ഓഫ് ദി പീപ്പിൾ ലോസ് ഉണ്ടാക്കുന്ന ഈ ഇൻഡസ്ട്രിയിലേക്ക് നമ്മൾ ആദ്യം കയറുന്നത്. അപ്പോൾ ഒരുപാട് ഹേർഡിൽസ് തരണം ചെയ്ത് മാത്രമേ ട്രേഡിങ്ങിൽ ലാഭകരമായി ഒരു വ്യക്തി വളരുകയുള്ളൂ. നേരെ മറിച്ച് ഇൻവെസ്റ്റ്മെൻറ്റിൽ ഈ എടുക്കുന്ന എഫേർട്ടും ടെൻഷനും ടാക്സും എല്ലാം കുറവാണ്. സോ ഒരു വ്യക്തി അയാൾ തന്നെയാണ് തീരുമാനിക്കേണ്ടത് എത്ര ഹേർഡിൽസ് അയാൾക്ക് വേണം, എത്ര ഹേർഡിൽസ് വേണ്ട, എത്ര സമാധാനം വേണം, എത്ര സമാധാനം വേണ്ട, എത്രത്തോളം എഫേർട്ട് അയാൾക്ക് എടുക്കാൻ പറ്റും, എത്രത്തോളം എഫേർട്ട് വേണ്ട. ഒരുപാട് ട്രേഡിംഗ് തട്ടിപ്പുകളെ കുറിച്ച് നമ്മൾ ന്യൂസ് കേൾക്കാറുണ്ട്. ഇതിൻ്റെയൊക്കെ ഒരു യാഥാർത്ഥ്യം എന്താ? യാഥാർത്ഥ്യങ്ങളാണ് കേൾക്കുന്നതൊക്കെ. അതായത് കേരളത്തിൽ കഴിഞ്ഞ വർഷം ഏകദേശം 400 കോടി രൂപയോളമാണ് ട്രേഡിംഗ് സ്കാമിൽ ആളുകളുടെ പണം നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഇവിടെ തൃപ്പൂണിത്തുറയിൽ ഒരു BSNL ജീവനക്കാരൻ, അദ്ദേഹത്തിൻ്റെ 3 കോടി രൂപയോളമാണ് നഷ്ടപ്പെട്ടത്. പിന്നീട് അദ്ദേഹം സൂയിസൈഡ് ചെയ്യുകയൊക്കെ ഉണ്ടായി. അതുപോലെ കഴിഞ്ഞ വർഷം ഒരു കൊച്ചിയിൽ എനിക്ക് തോന്നുന്നു 20-25 കോടി രൂപയോളമാണ് ഒരു ഫാർമസ്യൂട്ടിക്കൽ ഓൺട്രപ്രണർ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടത്. അപ്പോൾ ഇത് കൊച്ചിയിൽ നിന്നല്ല, കൊല്ലത്തും മലപ്പുറത്തും കണ്ണൂരും എല്ലായിടത്തും ഇത് നടക്കുന്നുണ്ട്. അപ്പോൾ ഇത് വളരെ യാഥാർത്ഥ്യമാണ്, ആളുകൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. എന്തൊക്കെ രീതിയിൽ എന്തൊക്കെ തരം തട്ടിപ്പുകളാണ് നടക്കുന്നത് ഈ ഒരു ഫീൽഡിൽ? പ്രധാനമായിട്ടും ഒരു 3 തരം തട്ടിപ്പുകളെന്ന് നമുക്ക് പറയാം. ഒന്ന് ഫേക്ക് ആപ്സ്. അതായത് ഇപ്പോൾ ഹരിത ഇൻവെസ്റ്റ് ചെയ്യാൻ പോവുകയാണ്, പക്ഷേ ആ ആപ്പിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ചിലപ്പോൾ ബ്രസീലായിരിക്കാം, അല്ലെങ്കിൽ ദുബായ് ആയിരിക്കാം, അല്ലെങ്കിൽ സാവോപോളോ ആയിരിക്കാം, അങ്ങനെ കേമൻ ഐലൻഡ്സ് ആവാം. ഇതൊന്നും ഇന്ത്യ ഗവൺമെൻറ്റിനോ RBIക്കോ സെബിക്കോ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത സ്ഥലങ്ങളാണ്. ഈ ആപ്സിലേക്കാണ് ഹരിതയുടെ പണം $US കൺവേർട്ട് ചെയ്ത് USDT ആയിട്ട് കൺവേർട്ട് ചെയ്ത് നിക്ഷേപിക്കുന്നത്. കുറച്ച് നാൾ കഴിയുമ്പോൾ ചിലപ്പോൾ ഈ ആപ്പും ഉണ്ടാവില്ല, പണം ഉണ്ടാവില്ല. അപ്പോൾ ഫേക്ക് ആപ്സ് എന്ന് പറയുന്നത് വളരെ പ്രിവെയിലിംഗ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനാണ്, വളരെ റെലവൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കുമാണ് ഹരിത ചോദിച്ചത്. ഹരിതയുടെ അടുത്ത് ആരെങ്കിലും വരും, സംസാരിക്കും, ഹരിതയുടെ അടുത്ത് പറയും മാസം ഇത്ര ശതമാനം റിട്ടേൺ ഹരിതയ്ക്ക് തരാം. ഹരിത അദ്ദേഹത്തിന് ഹരിതയുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്ത് പണം കൊടുക്കുന്നു. കുറച്ച് നാൾ കഴിയുമ്പോൾ റിട്ടേൺ ഇല്ല, ആ മനുഷ്യനും ഇല്ല. സ്വാഭാവികമായിട്ട് ആ പണം നഷ്ടപ്പെട്ടു. അപ്പോൾ അത് അൺറെഗുലേറ്റഡ് ഡെപ്പോസിറ്റ്സ് എന്ന് പറയുന്ന ബഡ്സ് ആക്ടിൽ വരുന്ന ഒരു കുറ്റകൃത്യമാണ് ആ മനുഷ്യൻ ചെയ്യുന്നത്. ഇപ്പോൾ പലർക്കും പല വിശ്വാസങ്ങളാണ്. പലിശ വേണ്ട എന്ന് വിശ്വസിക്കുന്ന സത്യവിശ്വാസികളായ, മര്യാദയ്ക്ക് ബിസിനസ് ചെയ്ത് അല്ലെങ്കിൽ ജോലി ചെയ്ത് പണം ഉണ്ടാക്കി പലിശ വേണ്ട എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. എസ്പെഷ്യലി മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ അങ്ങനെ വലിയൊരു വിഭാഗമുണ്ട്. ഇവരുടെ അടുത്ത് അപ്പോൾ ഇവരെന്തായാലും ഫിക്സഡ് ഡെപ്പോസിറ്റ് ചെയ്യില്ലല്ലോ. അപ്പോൾ ഇവർക്ക് ഈ പൈസ എന്തെങ്കിലും പ്രൊഡക്റ്റീവായിട്ട് ഉപയോഗിക്കണം. ഈ സ്ഥലം ആളുകൾക്കറിയാം. ടാർഗറ്റ് ചെയ്യും, ഇവരോട് പറയും സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഫോറക്സിൽ ഇൻവെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ക്രിപ്റ്റോയിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഉയർന്ന റിട്ടേൺ വാഗ്ദാനം ചെയ്യുന്നു. ഈ പണം വേറൊരു വ്യക്തിയുടെ കയ്യിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് തിരിച്ചു കിട്ടാനുള്ള ബുദ്ധിമുട്ട് എന്താണെന്നറിയാലോ. സെയിം എഗെയിൻ ആ പൈസ പോകുന്നു, പിന്നീട് അത് കേസായി മാറുന്നു. അപ്പോൾ ഇതൊരു രണ്ടാമത്തെ കേസ്. ഇനി ഒരു മൂന്നാമത്തെ രീതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രേഡിംഗ് അഡ്വൈസസ് അല്ലെങ്കിൽ ട്രേഡിംഗ് റെക്കമെൻഡേഷൻസ് യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും കുറച്ച് ഫോളോവേഴ്സിനെയൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം ഇവരുടെ ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് ജോയിൻ ചെയ്യിപ്പിക്കുന്നു. എന്നിട്ട് ഇവർ അൺരജിസ്റ്റേർഡ് ആണ് ഈ ചെയ്യുന്ന ആളുകൾ. അൺരജിസ്റ്റേർഡ് എന്ന് പറഞ്ഞാൽ സെബി രജിസ്ട്രേഷൻ ഇല്ലാത്ത ആളുകൾ. ഇവർ മന്ത്ലി ഒരു സബ്സ്ക്രിപ്ഷൻ ഫീ എന്നുള്ള നിലയ്ക്ക് അവർക്ക് സർവീസ് കൊടുക്കുന്നു.
എന്തെങ്കിലും തരത്തിലുള്ള സർവീസ് എല്ലാ ദിവസവും കൊടുക്കുന്നു, കൂടുതൽ അവരെ കൊണ്ട് ട്രേഡ് ചെയ്യിപ്പിക്കുന്നു. എൻഡ് റിസൾട്ട് എന്ന് പറയുന്നത് ആ പണം നഷ്ടപ്പെടുകയാണ്. ഈ നേരത്തെ പറഞ്ഞ അൺറെഗുലേറ്റഡ് ഡെപ്പോസിറ്റ്സും അൺരജിസ്റ്റേർഡ് ട്രേഡിംഗ് അഡ്വൈസും ഇത് രണ്ടും ശിക്ഷാർഹമാണ്. ഇന്ത്യയിലെ നിയമപ്രകാരം 10 വർഷം വരെ ജയിൽ ശിക്ഷ കിട്ടാൻ പറ്റുന്നൊരു കുറ്റം. അതുപോലെ ഇപ്പോൾ ഒരു വ്യക്തി ഒരുപാട് ട്രേഡിംഗ് അഡ്വൈസ് ചിലപ്പോൾ 10,000 പേർക്ക് കൊടുക്കുന്നുണ്ടാവും. പക്ഷെ ഒരു പരാതി വന്നു കഴിഞ്ഞാൽ അദ്ദേഹം ഇത്രയും കാലം കളക്ട് ചെയ്ത ഫീസ്, ആ ഫീസ് 12 മുതൽ 18% വരെ ഇൻട്രസ്റ്റോട് കൂടി തിരിച്ചു കൊടുക്കണം. പ്ലസ് ഈ ഫീസ് വാങ്ങി അത് ട്രേഡിംഗ് പഠിപ്പിക്കുന്നതാകാം, ഇൻവെസ്റ്റ്മെൻറ്റ് സർവീസ് കൊടുക്കുന്നതാകാം. ഈ ഇദ്ദേഹത്തിൻ്റെ അസറ്റ് ഫ്രീസ് ചെയ്യാനുള്ള നിയമം ഇപ്പം നാട്ടിലുണ്ട്. അപ്പോൾ അസറ്റ് ഫ്രീസിങ്, ജയിൽ ഇംപ്രിസൺമെൻറ്റ്, ഈ എല്ലാ ഫീസും ആളുകളിലേക്ക് തിരിച്ചു കൊടുക്കുക, ഇങ്ങനെ തുടങ്ങിയ വലിയ വലിയ ശിക്ഷാ നിയമങ്ങളൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്. ആളുകൾ ഇങ്ങനെയുള്ള ആളുകളെ സമീപിക്കുമ്പോൾ കുറേയും കൂടി അവെയർ ആവുക എന്നുള്ളത് മാത്രമാണ്. ഈ തട്ടിപ്പ് നടത്തുന്ന ആളുകളെ പിടിക്കുകയും നിയമ നടപടി ഉണ്ടാവുകയൊന്നും ചെയ്യുന്നില്ലേ? അപ്പോൾ ഉണ്ട്. സെബി കഴിഞ്ഞ വർഷം മുതൽ ഇതുപോലെയുള്ള അൺരജിസ്റ്റേർഡ് ആയിട്ടുള്ള ആൾക്കാരെ പിടിച്ചു തുടങ്ങിയിട്ടുണ്ട്. അവരുടെ ഒരു ക്രാക്ക് ഡൗൺ ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഏറ്റവും അടുത്ത് ഇപ്പോൾ തമിഴ്നാട്ടിൽ ഇപ്പോൾ ഒരു PR സുന്ദർ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ഏകദേശം 6 കോടി രൂപയോളമാണ് അദ്ദേഹത്തിന് ഫൈൻ നൽകിയിരിക്കുന്നത്. അതുപോലെ ഈ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫൈനായ 530 കോടി രൂപയോളം പൂനെയിലുള്ള ഒരു ട്രേഡിംഗ് അക്കാഡമി നടത്തുന്ന അവധൂത് സാത്തെ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് സെബി കൊടുത്തിട്ടുണ്ട്. അതുപോലെ അസ്മിത പട്ടേൽ ഏകദേശം 53 കോടി രൂപ. അതുപോലെ ബാപ്പ് ഓഫ് ചാർട്ട്സ് എന്നൊക്കെ പറഞ്ഞ് ഇൻസ്റ്റാ ഹാൻഡിലൊക്കെ ഉണ്ടായിരുന്ന ആളാണ്, അദ്ദേഹത്തിന് 17 കോടി രൂപയാണ് ഫൈൻ കൊടുത്തിരിക്കുന്നത്. ഹരിത മനസ്സിലാക്കേണ്ടത്, ഈ ഫൈൻ എന്ന് പറയുന്ന ഈ തുകയിലേക്ക് എങ്ങനെയാണ് സെബി എത്തുന്നത്? ഇത്രയും തുക ഇവർ കോഴ്സ് വിറ്റും അൺരജിസ്റ്റേർഡ് സർവീസ് കൊടുത്തും ഈ തുക ആളുകളിൽ നിന്ന് കളക്ട് ചെയ്തതാണ്. ഈ തുകയാണ് തിരിച്ച് ഫൈനായിട്ട് സെബി തിരിച്ചടയ്ക്കാൻ പറയുന്നത്. അപ്പോൾ കേരളത്തിലുണ്ട് ഇങ്ങനെ അൺരജിസ്റ്റേർഡ് ആയിട്ട് സർവീസ് നടത്തുന്ന ആൾക്കാർ, യൂട്യൂബിലുണ്ട്, ഇൻസ്റ്റയിലൊക്കെ ഉണ്ട്. ഇനി ഈ അൺരജിസ്റ്റേർഡ് ആയിട്ടുള്ള ആളുകളുടെ ട്രേഡിംഗ് അക്കാഡമീസും ട്രേഡിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടും നാട്ടിലുണ്ട്. ഈവൻ എനിക്ക് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ ഇപ്പോൾ നമ്മുടെ സെബി രജിസ്ട്രേഷൻ ഇത് ഉപയോഗിച്ചുകൊണ്ട് അവരുടെ ട്രേഡിംഗ് അക്കാഡമി നടത്തിക്കോട്ടെ എന്ന് ചോദിച്ചു വരുന്നുണ്ട്. അതായത് ഓരോ വ്യക്തിയെ അവരുടെ സ്റ്റുഡൻ്റായിട്ട് ചേർക്കുമ്പോൾ നമുക്കൊന്നും അറിയണ്ട, നമുക്ക് അവർ കമ്മീഷൻ തരാം എന്നുള്ളതാണ് അവർ നമുക്ക് നൽകുന്ന ഓഫർ. അപ്പോൾ അൺരജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്, പിടിച്ചു തുടങ്ങിയിട്ടുണ്ട്. കേരളത്തിലും താമസിയാതെ വരും എന്നാണ് എൻ്റെ പ്രതീക്ഷ. ഇങ്ങനെയുള്ള തട്ടിപ്പിന് നമ്മൾ ഇരയായാൽ എവിടെയാണ് കംപ്ലൈൻറ്റ് ചെയ്യേണ്ടത്? കംപ്ലൈൻറ്റ് ചെയ്യാൻ ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന്, സെബിയുടെ വെബ്സൈറ്റിൽ തന്നെ ഒരു ഓപ്ഷൻ ഉണ്ട്. അതായത് sebi.gov.in എന്ന് പറയുന്ന സൈറ്റിൽ കയറിയാൽ സെബിയുടെ തന്നെ സ്കോഴ്സ് SCORES എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. അവിടെ നമുക്ക് കംപ്ലൈൻറ്റ് ചെയ്യാൻ സാധിക്കും. ഈ അൺരജിസ്റ്റേർഡ് അഡ്വൈസ് തരുന്നവർക്കെതിരെ കംപ്ലൈൻറ്റ് ചെയ്യാൻ സാധിക്കും. ഇനി നേരത്തെ പറഞ്ഞ അൺറെഗുലേറ്റഡ് ഡെപ്പോസിറ്റ്സ് നമ്മൾ മേടിച്ച് ഹരിതയ്ക്ക് ഇത്ര ശതമാനം റിട്ടേൺ തരാമെന്ന് പറഞ്ഞല്ലോ, അങ്ങനെയുള്ളവർക്കെതിരെ പരാതിപ്പെടാൻ ബഡ്സ് ആക്ട് പ്രകാരം RBIയുടെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. അപ്പോൾ ഈ 2 സ്ഥലത്താണ് ഒരു വ്യക്തി തട്ടിപ്പിനിരയായാൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഇങ്ങനെ ഇല്ലീഗലായിട്ടുള്ള പ്ലാറ്റ്ഫോംസോ ഇല്ലീഗലായിട്ടുള്ള ആക്ടിവിറ്റീസോ നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞാൽ പരാതിപ്പെടാനുള്ള പ്ലാറ്റ്ഫോം. മാർക്കറ്റിനെ കുറിച്ച് പഠിക്കാനും സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനും അതുപോലെ തന്നെ അഡ്വൈസറി സർവീസിനൊക്കെ നമ്മൾ എവിടെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത്? നമ്മൾ ആദ്യം ഒരു സ്ഥലത്ത് പോകുമ്പോൾ ആദ്യം നോക്കേണ്ടത് അവിടെ സെബി രജിസ്ട്രേഷൻ ഉണ്ടോ നോക്കുക. NISM അല്ല, സെബി രജിസ്ട്രേഷൻ ഉണ്ടോ നോക്കുക. രണ്ടാമത്തെ കാര്യം BSc എൻലിസ്റ്റ്മെൻറ്റ് നമ്പർ ഉണ്ടോ നോക്കുക. സെബി രജിസ്ട്രേഷനും BSc എൻലിസ്റ്റ്മെൻറ്റ് നമ്പറും ഇല്ലാത്ത ഏത് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെങ്കിലും ഏത് അഡ്വൈസറി സർവീസ് ആണെങ്കിലും തിരിഞ്ഞോടിക്കോ, അവിടെ പോവുകയേ വേണ്ട. പിന്നീടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ എത്രത്തോളം എക്സ്പീരിയൻസ് ഉള്ളൊരു സ്ഥലത്തേക്കാണ് നിങ്ങൾ പോകുന്നത്. ഒരു പ്രോപ്പറായിട്ടുള്ളൊരു ഓഫീസ് ഉണ്ടോ, അല്ലെങ്കിൽ അവർ എത്ര വർഷമായിട്ട് ഈ മാർക്കറ്റിലുണ്ട്. പിന്നെ ഒരു അടുത്ത കാര്യം എന്ന് പറയുന്ന ഹരിതയുടെ എത്തിക്സ് ആയിട്ട് അവരുടെ എത്തിക്സും ഹരിതയുടെ എത്തിക്സും മാച്ചാണോ എന്ന് നോക്കുക. അതോ എത്തിക്കലാണോ പറ്റിക്കലാണോ എന്നുള്ളൊരു ചിന്ത നമുക്ക് എപ്പോഴും ഉള്ളത് നല്ലതാണ്. പിന്നെ ഹരിത അധ്വാനിച്ചുണ്ടാക്കിയ പൈസയാണല്ലോ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അവിടെ പോവുക, ഓഫീസിൽ പോവുക, അല്ലെങ്കിൽ അവരോട് സംസാരിക്കുക. എന്താണ് നിങ്ങളുടെ വിഷൻ, എന്താണ് നിങ്ങൾ വാട്ട് ഡു ദേ സ്റ്റാൻഡ് ഫോർ എന്നുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചതിന് ശേഷം തീരുമാനിക്കുക എന്നുള്ളതാണ്. പിന്നെ ഈ ഇപ്പം എല്ലാ ജില്ലകളിലും ഇപ്പോൾ ട്രേഡിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ വന്നു തുടങ്ങി. അങ്ങനെയുള്ള സ്ഥലത്ത് പോകുമ്പോൾ നോക്കേണ്ടത് ട്രേഡിങ് മാത്രം പഠിപ്പിക്കുന്ന ഒരു സ്ഥലമാണെങ്കിൽ പോവാതിരിക്കുന്നതാണ് നല്ലത്. കാര്യം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ പറയും സ്കിൻ ഇൻ ദ ഗെയിം എന്ന് പറയും. അവർക്ക് സ്കിൻ ഇൻ ദ ഗെയിം ഇല്ല. അവർ ഓരോ വ്യക്തി വരുന്നു, എന്തൊക്കെയോ പഠിപ്പിക്കുന്നു, പിന്നീട് അവർക്ക് എന്ത് സംഭവിച്ചാലും ഇവർ ബോധേഡ് അല്ല.
അങ്ങനെയുള്ള സ്ഥലത്ത് പോവാതിരിക്കുക. ട്രേഡിംഗ് മാത്രം പഠിപ്പിക്കുന്ന സ്ഥലത്ത്. പിന്നെ ചില സ്ഥലത്ത് ഫീസ് വാങ്ങില്ല. ഫീസ് വാങ്ങാതെ ഇവർ വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ളൊരു കാര്യം ചെയ്യും. ഇൻ്റലിജൻ്റ് അല്ല, ക്ലെവറാണ്. അതായത് ഒരു പ്ലാറ്റ്ഫോമിലേക്ക് ഹരിതയെ കൊണ്ട് എൻറോൾ ചെയ്യിപ്പിക്കും. ഒന്നില്ലെങ്കിൽ ബ്രോക്കർ ആവാം, ഇല്ലെങ്കിൽ ഫോറക്സിൻ്റെ ഒരു അക്കൗണ്ട് ആവാം. ഹരിത ജീവിതകാലം മുഴുവൻ ചെയ്യുന്ന ട്രേഡുകളുടെ ഒരു സർട്ടൻ പെർസെൻറ്റേജ് ഓഫ് കമ്മീഷൻ ഇവർക്ക് ജീവിതകാലം മുഴുവൻ കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ അഫിലിയേറ്റ് പ്രോഗ്രാംസ് ഏതെങ്കിലും ആൾക്കാർ റൺ ചെയ്യുന്നുണ്ടെങ്കിൽ, ട്രേഡിംഗ് മാത്രമാണ് അവിടെ പഠിപ്പിക്കുന്നതെങ്കിൽ, സ്കിൻ ഇൻ ദ ഗെയിം ഇല്ല എങ്കിൽ, BSc എൻലിസ്റ്റ്മെന്റ് നമ്പർ ഇല്ല എങ്കിൽ, സെബി രജിസ്ട്രേഷൻ ഇല്ല എങ്കിൽ, എസ്കേപ്പ്. അതാണ് ആളുകൾ ഓർത്തു വെക്കേണ്ട ഫാക്ടേഴ്സ്. ഈ ഒരു മേഖലയെ കുറിച്ച് എങ്ങനെയാണ് പഠിക്കേണ്ടത്? അതുപോലെ ഇതിന്റെ ഒരു തൊഴിൽ സാധ്യത എന്താ? ഹരിത ഇത് പഠിക്കുന്നത് എന്ന് പറയുന്നതേ, ആളുകൾ ജനറലി ചെയ്യുന്നത് കുറേ യൂട്യൂബ് വീഡിയോ കാണുക. ഇത് ഒരു കാര്യം, ചില കാര്യങ്ങൾ പഠിക്കാൻ നമുക്ക് സെമാൻറ്റിക് മെമ്മറി ഉണ്ട്, പ്രൊസീജിയറൽ മെമ്മറി ഉണ്ട്. ഇത് ഹാൻഡ്സ് ഓൺ ആയിട്ട് ചെയ്ത് പഠിച്ച് സ്കില്ല് ഡെവലപ്പ് ചെയ്യേണ്ട ഒരു വിഷയമാണ്. അപ്പോൾ ഇതിനകത്ത് പ്രൊസീജിയറൽ മെമ്മറി എന്ന് പറയുന്ന ഒരു സംഗതിയാണ് നമുക്ക് വർക്ക് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ അതിനൊരു ട്രയാങ്കിൾ എന്ന് സങ്കല്പിച്ച ഒരു ലേണിംഗ് ട്രയാങ്കിൾ ഉണ്ട്. ഈ ട്രയാങ്കിളിൽ 3 സൈഡ്സ് ഉണ്ട്. ഒരു സൈഡ് എന്ന് പറയുന്നത് ടെക്നിക്കൽ അനാലിസിസ് ആണ്. രണ്ടാമത്തെ സൈഡ് എന്ന് പറയുന്നത് ഫണ്ടമെന്റൽ അനാലിസിസ് ആണ്. ഈ ടെക്നിക്കലും ഫണ്ടമെന്റലും വർഷങ്ങളായിട്ട് ചെയ്ത് പരിചയിച്ചുണ്ടാകുന്ന വരെയാണ് താഴത്തെ വര, എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. ഈ എക്സ്പീരിയൻസിൽ നിന്നാണ് ഫിലോസഫിയും അല്ലെങ്കിൽ സൈക്കോളജിയൊക്കെ ഡെവലപ്പ് ആവുന്നത്. അപ്പോൾ ഒരു ലേണിംഗ് ട്രയാങ്കിൾ ഇതിന് എന്തായാലും വേണം. ഈ എസ്പെഷ്യലി ട്രേഡിംഗ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്ന സ്കില്ലിന് ഇത് സ്ട്രക്ചേർഡ് ആയിട്ട് പഠിക്കാൻ ലോകത്തുള്ളൊരു കോഴ്സ് എന്ന് പറയുന്നത് CMT എന്ന് പറയുന്നതാണ്, ചാർട്ടേഡ് മാർക്കറ്റ് ടെക്നീഷ്യൻ. ഇപ്പോൾ നമ്മൾ CFA ഒക്കെ പഠിക്കുന്ന പോലെ അല്ലെങ്കിൽ CPT ഒക്കെ പഠിക്കുന്ന പോലെ CMT എന്ന് പറയുന്നൊരു കോഴ്സാണ് ഇതിന് പഠിക്കേണ്ടത്. അപ്പോൾ ഇത് പഠിച്ച് 3 ലെവലുള്ള കോഴ്സാണ്. ഇത് പഠിച്ചു കഴിഞ്ഞാൽ ലോകത്ത് എവിടെ വേണമെങ്കിലും ഈ മേഖലയിൽ വർക്ക് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ചിലർക്ക് ഇത് പഠിക്കാൻ വേണ്ടി മാത്രം പഠിച്ച് അവരുടെ പേഴ്സണൽ യൂസിന് വേണ്ടി അവർക്ക് പഠിക്കാം. ഇപ്പോൾ നമ്മളിവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ CMT അലൈൻഡ് ആണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും. ഇപ്പോൾ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി ഇപ്പോൾ 25 വയസ്സിലോ 30 വയസ്സിലോ ഇത് പഠിക്കുന്നു. ഇയാൾക്ക് 80 വയസ്സാലും 85 വയസ്സാലും ഇത് ഉപകാരപ്പെടണം. അതല്ലാതെ വെറുതെ ട്രേഡിങ് പഠിച്ചു പോവുക എന്ന് പറയുന്നത് ഒരു ലൈഫ് സ്കില്ലായിട്ട് മാറുന്നില്ല. അപ്പൊ സ്ട്രക്ചേർഡ് ആയിട്ട് ഇതിനെ പഠിക്കാൻ ശ്രമിക്കുക. അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ ഇത് ഇന്നല്ലെങ്കിൽ നാളെ ഉപകാരപ്പെടും. ഒരാൾക്ക് എന്ത് കഴിവുണ്ടെങ്കിലും നന്നായി ട്രേഡ് ചെയ്യാൻ പറ്റുക. ട്രേഡിംഗ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഒരു പ്രൊസീജിയറൽ മെമ്മറിയിൽ നിന്ന് ഡെവലപ്പ് ചെയ്തെടുക്കേണ്ട സ്കില്ലാണ്. അപ്പോൾ ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ 2 ക്യാരക്ടേഴ്സ് ഒന്ന് മനസ്സിലൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പോൾ ശ്രീ മമ്മൂട്ടിയുടെ അദ്ദേഹത്തിൻ്റെ 2 ക്യാരക്ടേഴ്സ് ഉണ്ട്. ഒന്ന് ബൽറാം എന്ന് പറയുന്ന ഒരു പോലീസുകാരനുണ്ട്, പിന്നെ ബിഗ് ബി എന്ന് പറയുന്ന സിനിമയിൽ ബിലാലുണ്ട്. ബൽറാം എന്ത് കാര്യത്തിനും വളരെയധികം റിയാക്ട് ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ ബിലാൽ എന്ന് പറയുന്നത് കുറച്ചും കൂടി കമ്പോസ്ഡ് ആണ്. ഒരു 3-4 സ്റ്റെപ്സ് അഹെഡ് പുള്ളി ചിന്തിക്കും. ഇതിന്റെ എൻഡ് റിസൾട്ടിനെ പറ്റി കുറച്ചും കൂടി ബോധവാനാണ്. ട്രേഡിംഗ് എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെന്റ് പോലെയല്ല, നമ്മൾ പ്രൈസിന് റെസ്പോണ്ട് ചെയ്യുന്നതാണ് ട്രേഡിംഗ് എന്ന് പറയുന്നത്. ഒരു പെർട്ടിക്കുലർ വിലയുണ്ട്, ആ സമയത്ത് എന്ത് ചെയ്യണമെന്ന് തീരുമാനമെടുത്ത് 3-4 സ്റ്റെപ്സ് അഹെഡ് ചിന്തിച്ച് അതിന്റെ സൊല്യൂഷനിലേക്ക് എത്തുന്ന ബിലാലിനെ പോലെ ആയാൽ മേ ബി ഒരു ബെറ്റർ ട്രേഡറായി മാറാൻ സാധിക്കും. അത് കൂടാതെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റഡി നടന്നിട്ടുണ്ട്. ഇപ്പോൾ US-ലാണെങ്കിലും UK-ലാണെങ്കിലും ആ സ്റ്റഡി പ്രകാരം പറയുന്നത് വുമൺ ആർ ബെറ്റർ ട്രേഡേഴ്സ്, അല്ലെങ്കിൽ സ്ത്രീകളുടെ അക്കൗണ്ടിലാണ് അധികം റിട്ടേൺസ് ജനറേറ്റ് ചെയ്തിരിക്കുന്നത് പുരുഷന്മാരെക്കാൾ. പക്ഷേ ഈ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ഇനി പോകുമ്പോൾ ഒരു 2-3 വർഷമൊക്കെ കഴിയുമ്പോൾ കംപ്ലീറ്റ്ലി ഇതെല്ലാം ഓട്ടോമേറ്റഡ് ആയിട്ട് മാറും. അപ്പോൾ വ്യക്തികൾക്ക് പ്രാധാന്യമില്ലാതെയായി മാറും, അല്ലെങ്കിൽ വ്യക്തികളുടെ സ്വഭാവത്തിന് പ്രാധാന്യമില്ലാതെയായി മാറും. അതെ, ജെൻഡറൊക്കെ പ്രാധാന്യമില്ലാതെയായി മാറും ഇനി പോകുന്ന കാലഘട്ടത്തിൽ. ഇനി പ്രാധാന്യമുള്ളത് സിസ്റ്റംസിനാണ്. ഇപ്പോൾ ഹരിതയ്ക്ക് ഒരു ആശയമുണ്ട്, ആ ആശയത്തെ സിസ്റ്റമാക്കുന്നു, അതിനെ എക്സിക്യൂട്ട് ചെയ്യുന്നു. എന്നിട്ട് അത് എത്ര ശതമാനം അല്ലെങ്കിൽ എത്ര പെർസെൻറ്റേജ് റിട്ടേൺ ഉണ്ടാക്കി എന്നുള്ളതായിരിക്കും നമ്മളിനി ഉപയോഗിക്കാൻ പോകുന്നത്. മേ ബി ഒരു തേർഡ് പേഴ്സണ് അദ്ദേഹത്തിന് വേറൊരു ആശയം ഉണ്ടാവും, ആ ആശയം എന്തോരം റിട്ടേൺ ഉണ്ടാക്കി, പിന്നീട് അത് ഫോർവേഡ് ടെസ്റ്റ് ഒക്കെ ചെയ്ത് അങ്ങനെ സിസ്റ്റമിനെ ആശ്രയിക്കുന്ന തരത്തിലേക്കാണ് ഇനി ട്രേഡിംഗ് വേൾഡ് ചേഞ്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വാട്ട് ക്വാളിറ്റീസ് എന്നുള്ളത് മാറി വാട്ട് സിസ്റ്റംസ്, അല്ലെങ്കിൽ ഏതൊക്കെ സിസ്റ്റംസ് നന്നായിട്ട് പെർഫോം ചെയ്യുന്നു എന്നുള്ള കാലഘട്ടത്തിലേക്കാണ് നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്നത്. ഒരു സ്റ്റേറ്റിലെ അല്ലെങ്കിൽ ഒരു രാജ്യത്തെ ഇലക്ഷൻ എങ്ങനെയാണ് സ്റ്റോക്കിനെ എഫക്ട് ചെയ്യുന്നത്? അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ പൊളിറ്റിക്കൽ പാർട്ടി ഭരിക്കുന്നു, അത് നോക്കി നമ്മൾ സ്റ്റോക്ക് തിരഞ്ഞെടുക്കേണ്ടതുണ്ടോ? ഇന്ത്യയിൽ പ്രധാനമായിട്ട് 2 ഇലക്ഷൻസ് ആണുള്ളത്, ഒന്ന് ലോക്സഭ, ഒന്ന് നിയമസഭ. ലോക്സഭ ഇലക്ഷൻസ് ആണ് ഒരുപാട് കമ്പനികളെ അല്ലെങ്കിൽ ഒരുപാട് സെക്ടറുകളെ എഫക്റ്റ് ചെയ്യുന്ന ഒരു ഇലക്ഷനായിട്ട് നമുക്ക് കണക്കാക്കേണ്ടത്. കാര്യം
ഒരു സെൻട്രൽ ഗവൺമെൻറ് അധികാരത്തിൽ വന്നു കഴിയുമ്പോൾ അവർക്കൊരു നയം ഉണ്ടാവും. ചില പ്രൊജക്ട്സ് അവർ അനൗൺസ് ചെയ്യും. ഈ പ്രൊജക്റ്റുകളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പല കമ്പനികളിലേക്കുമാണ് ഓർഡറുകൾ പോവുക. സ്വാഭാവികമായിട്ട് ആ കമ്പനികൾക്ക് ബിസിനസ് വർദ്ധിക്കുമ്പോഴാണ് അവരുടെ സ്റ്റോക്ക് ഗ്രോ ചെയ്യുക. ഇപ്പോൾ കഴിഞ്ഞ ഒരു 10-12 കൊല്ലമായിട്ട് ഇന്ത്യയിൽ ഡിഫൻസ് അല്ലെങ്കിൽ റെയിൽവേ അല്ലെങ്കിൽ ഡിജിറ്റലൈസേഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. എല്ലാം ഡിജിറ്റൽ ആയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇതിനൊക്കെ ഈ വർക്കുകളൊക്കെ ചെയ്യുന്ന പല കമ്പനികൾക്കും ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റിനെ തിരഞ്ഞെടുക്കുന്ന ഇലക്ഷനിലാണ്, അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് വന്നു കഴിയുമ്പോൾ അവരുടെ ബഡ്ജറ്റ് എങ്ങനെയാണെന്ന് നോക്കിയിട്ടാണ് പല സ്റ്റോക്കുകളും ഉയരുകയും താഴുകയും ചെയ്യുന്നത്. സ്റ്റേറ്റ് ഇലക്ഷൻസ് വരുമ്പോൾ കുറച്ച് ഡിഫറെൻ്റ് ആണ് കാര്യങ്ങൾ. സ്റ്റേറ്റ് ഇലക്ഷൻസ് എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെൻറ് അത്രയും പ്രൊജക്ട്സോ അല്ലെങ്കിൽ അത്ര വലിയ ഹൈ വാല്യൂ പ്രൊജക്ട്സ് ഒന്നും സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ് അനൗൺസ് ചെയ്യാറില്ല. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ ആന്ധ്രാപ്രദേശിൽ 2024 ഇലക്ഷൻ റിസൾട്ട് ഡിക്ലെയർ ചെയ്യുന്ന ദിവസം, അതായത് ചന്ദ്രബാബു നായിഡു അദ്ദേഹത്തിൻ്റെ TDP എന്ന് പറയുന്ന പാർട്ടി അധികാരത്തിൽ വരുന്ന ദിവസം മുതൽ 2 ആഴ്ച കൊണ്ട് അദ്ദേഹം ഓൺ ചെയ്യുന്ന ഹെറിറ്റേജ് ഫുഡ്സ് എന്ന് പറയുന്ന കമ്പനിയുണ്ട്. ആന്ധ്രയിലെ ഏറ്റവും അധികം പാൽ ഉൽപ്പന്നങ്ങളൊക്കെ വിൽക്കുന്ന കമ്പനിയാണ്. ആ കമ്പനി ഉയർന്നത് 100%. അതായത് ഹരിതയുടെ കയ്യിൽ 1 ലക്ഷം രൂപയുടെ ഹെറിറ്റേജ് ഫുഡ്സിൻ്റെ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ 2 ആഴ്ച കൊണ്ട് അത് 2 ലക്ഷം രൂപയായി മാറി. പക്ഷെ ഇപ്പോൾ അതിൻ്റെ വില എത്രയാണെന്നറിയാമോ? 2 കൊല്ലം കഴിഞ്ഞപ്പോൾ എഗെയിൻ ആ ഇലക്ഷൻ സമയത്ത് എന്തായിരുന്നു വില, അതിനകത്തേക്ക് തിരിച്ചെത്തി. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ചില വാർത്തകൾ വളരെ പോസിറ്റീവ് സെന്റിമെന്റ്സ് ഉണ്ടാകുകയും സ്റ്റോക്കിന്റെ ഗ്രോത്ത് വളരെയധികം കൂട്ടുകയും ചെയ്യും. ഇപ്പോൾ ആന്ധ്രയിലെ ഉദാഹരണം പറഞ്ഞുകൊണ്ട് ഒരു കാര്യം കൂടി പറയാം. വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു കമ്പനി അല്ലെങ്കിൽ പ്രൊഡക്റ്റാണ് ആമറോൺ ബാറ്ററീസ്. ഈ ആമറോൺ ബാറ്ററീസ് അമർ രാജ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെയാണ്. ഈ അമർ രാജ ഓൺ ചെയ്യുന്നത് എഗെയിൻ TDP എന്ന് പറയുന്ന പാർട്ടിയിലെ ഒരു MPയുടെയാണ്. എപ്പോഴൊക്കെയാണോ TDP അധികാരത്തിൽ വരുന്നത്, ഈ സ്റ്റോക്കിലൊരു പോസിറ്റീവ് സെന്റിമെന്റ് ഉണ്ടാവുകയും ഇത് ഉയരുകയും ചെയ്യും. കേരള ഗവൺമെന്റിന്റെ ഓണർഷിപ്പ് ഉള്ള 1-2 കമ്പനികളുണ്ട്. കേരള ഗവൺമെന്റിന്റെ ഒരു വിഭാഗമാണ് KSIDC എന്ന് പറയുന്നത്. ഈ KSIDCക്ക് ഇൻവെസ്റ്റ്മെന്റ് ഉള്ള കമ്പനികളാണ് ജിയോജിത് സെക്യൂരിറ്റീസും നീറ്റ ജലാറ്റിനൊക്കെ. ഈ ജിയോജിത് സെക്യൂരിറ്റീസിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇൻവെസ്റ്ററായ രാകേഷ് ജുൻജുൻവാലയ്ക്കും ഓണർഷിപ്പ് ഉണ്ട്. അപ്പോൾ ചില സംസ്ഥാനങ്ങൾക്ക് ചില കമ്പനികളിൽ ഓണർഷിപ്പ് ഉണ്ടാവും. പക്ഷേ തിരഞ്ഞെടുപ്പ് വരുമ്പോഴോ അല്ലെങ്കിൽ ഇലക്ഷൻ റിസൾട്ട് ഒന്നും ചിലപ്പോൾ ഈ പറയുന്ന KSIDCയുടെ കമ്പനികളെ ഒന്നും ബാധിക്കുന്ന കാര്യം ആയിരിക്കണം എന്നില്ല. മാർക്കറ്റിൽ ആക്റ്റീവായ വേറെ പൊളിറ്റീഷ്യൻസ് ഉണ്ടോ? ഉണ്ട്, പൊളിറ്റീഷ്യൻസ് ഉണ്ട്. മാർക്കറ്റിൽ ആക്റ്റീവായ പൊളിറ്റീഷ്യൻസ് ഉണ്ട്. ചില കമ്പനികളുടെ ഓണേഴ്സുമാണ് ചില പൊളിറ്റീഷ്യൻസ്. നമ്മൾ പറഞ്ഞല്ലോ ഇപ്പൊ ചന്ദ്രബാബു നായിഡുവിന്റെ കാര്യം. അതുപോലെ ഒരു കാര്യത്തിലും ഒരേപോലെ അഭിപ്രായം പറയാത്ത 2 പൊളിറ്റിക്കൽ ഫിഗേഴ്സാണ്. ഒന്ന് അമിത് ഷായും രാഹുൽ ഗാന്ധിയും. പക്ഷേ ഇവർ 2 പേർക്കും ചില സ്റ്റോക്കുകളിൽ നിക്ഷേപങ്ങളുണ്ട്. ഉദാഹരണത്തിന് ഏഷ്യൻ പെയിന്റ്സ് അല്ലെങ്കിൽ ബജാജ് ഫിനാൻസ് അല്ലെങ്കിൽ ICICI ബാങ്ക്, ടൈറ്റൻ, ITC തുടങ്ങിയ സ്റ്റോക്കുകളിൽ ഇവർക്കൊക്കെ ഹോൾഡിങ്സ് ഉള്ളവരാണ്. ഈ വിവരങ്ങളൊക്കെ ഇവർ ഇലക്ഷൻ അഫിഡവിറ്റ് കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ സംസാരിക്കുന്നത്. അപ്പോൾ പൊളിറ്റീഷ്യൻസിന് മാത്രമല്ല, അപ്പോളോ ഹോസ്പിറ്റൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹോസ്പിറ്റൽ ചെയിനാണ്. ആ കമ്പനിയുടെ ഓണേഴ്സ് എന്ന് പറയുന്നത് ഈ ആക്ടർ രാംചരൺ, അദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെ ഫാമിലിയാണ് അത് ഓൺ ചെയ്യുന്നത്. അങ്ങനെ ഒട്ടനവധി പേർക്ക് ഇന്ത്യയിലെ പല കമ്പനികളിലും ഇൻവെസ്റ്റ്മെന്റും ഓണർഷിപ്പും ഉണ്ട്. ആരാണ് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിനെ കൺട്രോൾ ചെയ്യുന്നത്? ഇന്ത്യൻ മാർക്കറ്റിനെ കൺട്രോൾ ചെയ്യുന്നത് പ്രധാനമായിട്ടും 2 ആൾക്കാരാണ്. ഒന്ന് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ്, രണ്ടാമത്തത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ്. ഈ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൽ ചില രാജ്യങ്ങളാണ് വരുന്നത്. ആ രാജ്യത്തു നിന്നുള്ള ഏറ്റവും അധികമുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മുടെ നാട്ടിലുണ്ട്. അതും നിഫ്റ്റിയിലെയും സെൻസെക്സിലെയും കമ്പനികളിലാണ് ഏറ്റവും അധികം ഇവർ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇവർ എപ്പോഴൊക്കെയാണ് പിന്മാറുന്നത്, ആ സമയത്ത് നമ്മുടെ നിഫ്റ്റിയിലെയും സെൻസെക്സിലെയും ഉള്ള കമ്പനികൾ വളരെയധികം താഴേക്ക് പോകുന്നത്. ഇപ്പോൾ DII എന്ന് പറയുന്നത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. ഇപ്പോൾ മ്യൂച്വൽ ഫണ്ടുകളാകാം, LIC ആകാം. അതുപോലെ നമ്മുടെ നാട്ടിൽ നിന്ന് ഫണ്ട് കളക്ട് ചെയ്ത് ഈ പ്രധാനപ്പെട്ട ഓഹരികളിൽ നിക്ഷേപിക്കുന്ന ആൾക്കാർ. FII എന്ന് പറഞ്ഞാൽ പുറത്തുനിന്ന് വരുന്ന ഫണ്ടാണ്. ഇപ്പോൾ ഈ യുദ്ധം ഉണ്ടായ സാഹചര്യത്തിൽ എന്താ സംഭവിച്ചത്? DII എല്ലാം ഇവിടെ തന്നെയുണ്ട്. മ്യൂച്വൽ ഫണ്ടായിട്ടും LIC ആയിട്ടെല്ലാം എല്ലാ മാസവും പണം വരുന്നുണ്ട്. SIP ആയിട്ടൊക്കെ പണം വരുന്നുണ്ട്. പക്ഷേ മറ്റവർ പുറത്തേക്ക് പോയി. ഇനി അവർ തിരിച്ചു വന്നാൽ മാത്രമേ ഈ നിഫ്റ്റിയും സെൻസെക്സൊക്കെ പിന്നീട് ഉയരുകയുള്ളൂ. അപ്പോൾ പ്രധാനമായിട്ട് ആര് ഭരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ 2 പേരുമാണ്. പക്ഷേ മാർക്കറ്റിൻ്റെ ഡയറക്ഷൻ തീരുമാനിക്കുന്നത്
വിദേശ രാജ്യങ്ങളാണ്, അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിലെ ഫണ്ടുകളാണ്. ഈ യുദ്ധം കാരണം ഒരുപാട് സ്റ്റോക്കുകളുടെ വില താഴെ പോയിട്ടുണ്ട്. അപ്പോൾ ഇൻവെസ്റ്റേഴ്സ് ഈ അവസ്ഥയിൽ എന്താ ചെയ്യേണ്ടത്? ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നത് പല ടൈപ്പ് ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്. ഇപ്പോൾ മാർക്കറ്റ് ഓൾ ടൈം ഹൈ അല്ലെങ്കിൽ ഒരുപാട് മുകളിൽ നിന്ന സമയത്ത് ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാരുണ്ട്. ചിലപ്പോൾ ഒരു കൊല്ലം മുമ്പ് ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാരുണ്ട്, 10 കൊല്ലം മുമ്പ് ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാരുണ്ട്. 10 കൊല്ലം മുമ്പ് ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാർക്ക് അവരുടെ ലാഭത്തിൽ ഇപ്പോൾ ഇത്തിരി കുറഞ്ഞിട്ടേ ഉള്ളൂ. പക്ഷേ ഓൾ ടൈം ഹൈ ആയ സമയത്ത് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തവർക്ക് അവരുടെ പോർട്ട്ഫോളിയോ നഷ്ടമാണ് കാണിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു കെട്ടിടം, ഒരു ബിൽഡിംഗ് ഉണ്ട്, 10 നില കെട്ടിടമുണ്ട് ഒരു പറമ്പിൽ. ആ പറമ്പിലൊരു മതിലുണ്ട്. ആ മതിലിൻ്റെ മുകളിൽ നിന്ന് ഒരാൾ നിലത്ത് വീണ് കഴിഞ്ഞാൽ ദേഹത്ത് ഇത്തിരി മണ്ണാവുള്ളൂ. പക്ഷെ നേരെ മറിച്ച് ഒരാൾ 5ാമത്തെ നിലയിൽ നിന്ന് വീണ് കഴിഞ്ഞാൽ കുറച്ച് പരിക്ക് കൂടുതലായിരിക്കും. ഇതിലും കൂടുതലായിരിക്കും ചിലപ്പോൾ 10ാമത്തെ നിലയിൽ നിന്ന് വീണ് കഴിഞ്ഞാൽ. അപ്പോൾ ഇൻവെസ്റ്റേഴ്സിൻ്റെ അവസ്ഥ ഇത് തന്നെയാണ്. ഓൾ ടൈം ഹൈ ആയി ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാർ ഇപ്പോൾ താഴെ എത്തിക്കിടക്കുകയാണ്. അവരുടെ അടുത്ത് നമുക്ക് എന്ത് ഉപദേശം അല്ലെങ്കിൽ എന്ത് സമാധാനിപ്പിക്കുന്ന വാക്കുകൾ പറഞ്ഞിട്ടും കാര്യമില്ല. കാര്യം തോറ്റവൻ്റെ വിഷമം തോറ്റവനെ അറിയുള്ളൂ പുണ്യാള എന്ന് പറയണ പോലെയാണ്. അവർക്ക് ബുദ്ധിമുട്ടിലാണ് അവർ. പക്ഷേ പുതിയതായിട്ട് ഒരാൾ എൻട്രി ചെയ്യാൻ വരികയാണ് മാർക്കറ്റിൽ. അയാൾക്ക് കഴിഞ്ഞ മാർച്ച് 2025 വിലയ്ക്ക് ഇന്ന് മാർക്കറ്റ് വാങ്ങാൻ കിട്ടും. സോ ദാറ്റ് അദ്ദേഹത്തിന് എന്തായാലും ഇനി ഒരു 10-12% ഗെയിൻ എന്തായാലും ഉണ്ടാവും മാർക്കറ്റ് ഉയർന്നു കഴിഞ്ഞാൽ. എന്ന് മുകളിലേക്ക് പോകും എന്നൊന്നും നമുക്കറിയില്ല. കാര്യം നമ്മൾ പറഞ്ഞല്ലോ, FII അല്ലെങ്കിൽ DII, അതിനകത്ത് തന്നെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് അവർ തിരിച്ചു വന്ന് ഈ സ്റ്റോക്കിനെയൊക്കെ ഉയർത്തിക്കൊണ്ട് വന്നാൽ മാത്രമേ നിഫ്റ്റിയിലും സെൻസെക്സിലും ഉള്ള പ്രധാനപ്പെട്ട ഇന്ത്യൻ മാർക്കറ്റിലെ ഓഹരികളൊക്കെ മുന്നോട്ട് കയറുകയുള്ളൂ. ആർക്കൊക്കെ ഒരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം? അതുപോലെ തന്നെ ഡിമാറ്റ് അക്കൗണ്ട് ആർക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും? ഡിമാറ്റ് അക്കൗണ്ട് ഇന്ത്യൻ നാഷണൽസിന് സ്റ്റാർട്ട് ചെയ്യാം. 18 വയസ്സായിരിക്കണം. പിന്നെ പാൻ കാർഡ് ഉണ്ടാവണം, ആധാർ കാർഡ് ഉണ്ടാവണം. അതുപോലെ ഇവർ ഡിവാർ ചെയ്യപ്പെട്ട ആകരുത്. അപ്പോൾ ഇവർക്കൊക്കെ ഡിമാറ്റ് അക്കൗണ്ട് തുടങ്ങുകയും ഇൻവെസ്റ്റ് ചെയ്യുകയും ട്രേഡ് ചെയ്യുകയൊക്കെ ചെയ്യാം. ഈവൻ ആളുകൾക്ക് മാത്രമല്ല, ഇപ്പോൾ ദൈവത്തിന് വരെ ഡിമാറ്റ് അക്കൗണ്ട് ഉണ്ട്. അതായത് തിരുപ്പതി ക്ഷേത്രം, അതായത് TTD എന്ന് പറയും, തിരുപ്പതി തിരുമല ദേവസ്ഥാനം. ആ അമ്പലത്തിലേക്ക് ഒരു വ്യക്തിക്ക് സമർപ്പണമായിട്ട്, ഡൊണേഷനായിട്ട് സ്റ്റോക്സ് കൊടുക്കാം. ഇപ്പോൾ സപ്പോസ് ഒരു വ്യക്തി ലോർഡ് ബാലാജിയുടെ ഡിവോട്ടിയാണ്. അദ്ദേഹത്തിന് പൈസയായിട്ട് അവിടെ സമർപ്പിക്കുന്നതിന് പകരം അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള കുറച്ച് റിലയൻസിൻ്റെ ഷെയറുകൾ സമർപ്പിക്കണം. അതിനുള്ള പ്രൊവിഷൻ ആ ക്ഷേത്രം തുടങ്ങിയിട്ടുണ്ട്. അതായത് അവരുടെ പേരിലൊരു ഡിമാറ്റ് അക്കൗണ്ട് ഉണ്ട്. ഈ റിലയൻസിൻ്റെ ഷെയർ ആരാണോ ഹോൾഡ് ചെയ്യുന്നത് അവർക്ക് വേണമെങ്കിൽ ഈ അമ്പലത്തിൻ്റെ ആ ക്ഷേത്രത്തിൻ്റെ ആ TTDയിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് അത് അവിടെ സമർപ്പിക്കാൻ സാധിക്കും. അത് മാത്രമല്ല, എല്ലാ വർഷവും ആ അമ്പലത്തിൻ്റെ കണക്കിൽ ഇൻട്രസ്റ്റ് ആൻഡ് ഡിവിഡൻഡ് എന്ന് പറയുന്നൊരു സെഗ്മെൻ്റ് ഉണ്ട്. അതിനകത്ത് ഈ എപ്പോഴൊക്കെയാണോ ഈ സ്റ്റോക്ക് ഡിവിഡൻഡ് പ്രഖ്യാപിക്കുന്നത്, ഈ ഡിവിഡൻഡൊക്കെ തിരുപ്പതി ബാലാജിയിലേക്ക് പോവുകയും ചെയ്യും. ഇവർ തിരിച്ചു വരികയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിലൊരു ഇൻഡിവിജ്വൽ സ്റ്റോക്ക് എങ്ങനെയാണ് തിരഞ്ഞെടുക്കാൻ പറ്റുക? ഒരു സ്റ്റോക്ക് തിരഞ്ഞെടുക്കണമെങ്കിൽ ആ കമ്പനിയെ പറ്റി സ്വാഭാവികമായിട്ട് പഠിക്കണം. പിന്നീട് നമ്മൾ ടെക്നിക്കൽ അനാലിസിസും ഫണ്ടമെന്റൽ അനാലിസിസും നടത്തണം. ഇത് നടത്തിയാൽ മാത്രമേ നമുക്കൊരു കമ്പനി തിരഞ്ഞെടുക്കാൻ സാധിക്കുള്ളൂ. ഇപ്പോൾ വളരെ ജനറലായിട്ട് പറയുകയാണെങ്കിൽ കുറേ ഗ്രീൻ ഫ്ലാഗുകളുണ്ട് ഒരു കമ്പനി തിരഞ്ഞെടുക്കാൻ. മേ ബി നമുക്ക് പറയാം, ആ കമ്പനിയുടെ ലയബിലിറ്റി അവരുടെ അസറ്റിനേക്കാൾ കുറവായിരിക്കണം. അല്ലെങ്കിൽ ആ കമ്പനിയുടെ ഉടമസ്ഥർ അല്ലെങ്കിൽ പ്രൊമോട്ടേഴ്സ് എന്ന് വിളിക്കുന്ന ആൾക്കാർ ആ കമ്പനിയിൽ അവരുടെ ഓണർഷിപ്പ് കൂട്ടിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരായിരിക്കണം. അത് വിറ്റൊഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊരു റെഡ് ഫ്ലാഗ് ആണ്. കാര്യം അവർക്ക് ആ കമ്പനിയിൽ വിശ്വാസമില്ല. മേ ബി അവർ ആളുകൾക്ക് ആ സ്റ്റോക്ക് വിറ്റ് പിന്മാറുന്നവരായിരിക്കും. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, കമ്പനി കാലാകാലങ്ങളിൽ അവരുടെ സെയിൽസ് കൂട്ടിക്കൊണ്ടുവരുന്ന ആൾക്കാരായിരിക്കണം. അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ് നടത്തിക്കൊണ്ടിരിക്കുന്നവരായിരിക്കണം. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ പുറത്തേക്ക് നോക്കിയാൽ അറിയാം, ഫുഡിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഇപ്പോൾ ആദ്യം ചിക്കൻ ഫ്രൈ വന്നു, പിന്നെ തണ്ടൂരി ചിക്കൻ വന്നു, അല്ലെങ്കിൽ കബാബ് വന്നു, അല്ലെങ്കിൽ പിന്നീട് ബ്രോസ്റ്റഡ് ചിക്കൻ വന്നു, അങ്ങനെ അൽഫാം വന്നു, ഗ്രിൽഡ് വന്നു, ഷവായി വന്നു, ഇപ്പോൾ ഇൻഫ്യൂസ്ഡ് ചിക്കൻ വരെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഇതൊരു ചിക്കൻ്റെ കേസാണ്. ഇതുപോലെ ഒരു കമ്പനിയുടെ പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ ആ പ്രൊഡക്റ്റിലും അഡ്വാൻസ്മെൻ്റ് എപ്പോഴും നടത്തിക്കൊണ്ടിരിക്കണം. അത് സെയിൽസിൽ റിഫ്ലക്റ്റ് ചെയ്യുകയും വേണം. അപ്പോൾ അങ്ങനെയുള്ള കമ്പനികൾ തിരഞ്ഞെടുക്കാൻ സാധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ FII തിരിച്ചു വരുന്ന സമയത്ത് നമുക്കൊരു ബെറ്റർ ഗ്രോത്ത് ചില സ്റ്റോക്കുകളിൽ ഉണ്ടാവും. ഇപ്പോൾ ഒരുപാട് പുതിയ കമ്പനികൾ വന്നിട്ടുണ്ടല്ലോ, ഇതിൽ നമുക്കൊരു ബെറ്റർ ഓപ്ഷൻ എങ്ങനെയാണ് തിരഞ്ഞെടുക്കാൻ പറ്റുക? ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പുതിയ കമ്പനികൾ തിരഞ്ഞെടുക്കാൻ വേണ്ടി ഏറ്റവും എളുപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫോണിലേക്ക് തന്നെ നോക്കാം.
നമ്മൾ എവിടെയാണ് പൈസ ചിലവാക്കുന്നത് നോക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഫോണിൽ ഏതൊക്കെ ആപ്സ് ആണ് ഇപ്പം നിലവിലുള്ളത് നോക്കാം. ഇപ്പോൾ പേടിഎം, അല്ലെങ്കിൽ ഇപ്പം നമ്മൾ ഫുഡ് ഓർഡർ ചെയ്യുന്ന എറ്റേണൽ എന്ന് പറയുന്ന കമ്പനിയുടെ സൊമാറ്റോ എന്ന് പറയുന്ന ബ്രാൻഡ്, അല്ലെങ്കിൽ ബ്ലിങ്കിറ്റ്, അതും ഓൺ ചെയ്യുന്നത് ഈ എറ്റേണൽ എന്ന് പറയുന്ന കമ്പനിയാണ്. അല്ലെങ്കിൽ നൈക്ക, അതുപോലെ ബാങ്കിങ് ആപ്സ്, അതായത് ഓരോ കാലഘട്ടത്തിനനുസരിച്ച് പല കമ്പനികളും അപ്ഡേറ്റഡ് ആവുന്നുണ്ട്. ഇപ്പൊ കാറ് കമ്പനികളായപ്പോലും തന്നെ നമുക്ക് ഫോണിൽ തന്നെ ഒന്നില്ലെങ്കിൽ ആ വണ്ടി നമ്മൾ കയറുന്നതിന് മുന്നേ സ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ AC ഓൺ ചെയ്യാം, അങ്ങനെയുള്ള സംവിധാനങ്ങൾ ഫോണിലേക്ക് വരെ എത്തിച്ചു തുടങ്ങി. അപ്പം നമ്മുടെ ഫോണിൽ ഏതൊക്കെ ആപ്സ് ആണോ ഉള്ളത്, അല്ലെങ്കിൽ നമ്മുടെ ഫോണിൽ നിന്ന് ഏതൊക്കെ സ്ഥലത്തേക്കാണ് പൈസ പോകുന്നത്, ആ പൈസ പോകുന്ന കമ്പനികൾക്ക് ഗ്രോത്ത് ഉണ്ടോ എന്ന് നമ്മളൊരു സ്റ്റഡി നടത്തണം. എന്നിട്ട് ഒരു ബെറ്റർ ഓപ്പർച്യൂണിറ്റി നമുക്ക് ഫൈൻഡ് ചെയ്ത് അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറേ കൂടി ഒരു ബെറ്റർ റിട്ടേൺ നമുക്ക് കിട്ടും. ഒരാളുടെ പോർട്ട്ഫോളിയോ എങ്ങനെ ഇരിക്കണം? പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റോക്സ് ആണല്ലോ. അതിന് നമുക്ക് എടുക്കാൻ പറ്റിയൊരു ഉദാഹരണം എന്ന് പറയുന്നത് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമാണ്. ഇപ്പോൾ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ ബാറ്റ്സ്മാൻ വേണം, വിക്കറ്റ് കീപ്പർ വേണം, ബോളേഴ്സ് വേണം. ഇപ്പം ഒരു 11 വിരാട് കോഹ്ലിനെ കൊണ്ട് നമുക്കൊരു ക്രിക്കറ്റ് മാച്ച് ജയിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഒരു 11 ജസ്പ്രീത് ബുംറയെ കൊണ്ട് നമുക്ക് ഒരു ക്രിക്കറ്റ് മാച്ച് ജയിക്കാൻ പറ്റില്ല. എല്ലാവരുടെയും പാർട്ടിസിപ്പേഷൻ വേണം. അതുപോലെ തന്നെ പ്രധാനമാണ് ചില എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്ലെയേഴ്സ് വേണം, ന്യൂ കമേഴ്സ് വേണം, അല്ലെങ്കിൽ ഒരു മീഡിയം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ വേണം. സ്റ്റോക്കിലും അതുപോലെ തന്നെ വർഷങ്ങളായിട്ട് നല്ല റിസൾട്ട് തരുന്ന കമ്പനികൾ ഉണ്ടാവണം. ഇപ്പം നമ്മൾ നേരത്തെ സംസാരിച്ച പോലെ ന്യൂ ഏജ് കമ്പനികൾ നമുക്ക് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു മീഡിയം സ്കെയിലുള്ള കമ്പനീസ് ആഡ് ചെയ്യാം. ഇനി നമ്മൾ കമ്പനി സെലക്ട് ചെയ്യുന്നതിനോടൊപ്പം തന്നെ പ്രധാനമാണ് ഇതിനകത്തേക്ക് പോവേണ്ട ഫണ്ടുകൾ എങ്ങനെയാണ് ഇത് അലോക്കേറ്റ് ചെയ്യുന്നതെന്നുള്ളത് ഓരോരുത്തരുടെ സാമ്പത്തിക സ്ഥിതി വെച്ചിട്ട് മാറും. അപ്പോൾ സെലക്ഷൻ ഓഫ് സ്റ്റോക്സും അലോക്കേഷൻ ഓഫ് ഫണ്ടും നമ്മൾ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടതാണ്. അതിനെ ഒന്ന് ബാലൻസ്ഡ് ആക്കിയാൽ മാത്രമേ ഒരു പോർട്ട്ഫോളിയോ ഏതൊരു കാലാവസ്ഥയിലും മികച്ച രീതിയിൽ പെർഫോം ചെയ്യുള്ളൂ. ഒരാൾക്ക് എളുപ്പത്തിൽ സ്റ്റോക്ക് എങ്ങനെയാണ് തിരഞ്ഞെടുക്കാൻ പറ്റും? എളുപ്പത്തിൽ സ്റ്റോക്ക് തിരഞ്ഞെടുക്കാനുള്ള ഒരു മാർഗം നമ്മൾ പറഞ്ഞു, ഫോണിലേക്ക് നമുക്ക് നോക്കാം, പൈസ എങ്ങോട്ടാ പോകുന്നതെന്ന് നോക്കാം. അതുകൂടാതെ നമ്മളൊന്ന് പുറത്തേക്കൊന്ന് ഒബ്സർവ് ചെയ്യുമ്പോൾ നമുക്ക് ചില കണക്റ്റഡ് സ്റ്റോക്സ് അല്ലെങ്കിൽ ചെയിൻ ഓഫ് കമ്പനീസ് നമുക്ക് കാണാൻ സാധിക്കും. ഉദാഹരണത്തിന് ഇപ്പോൾ സിഗരറ്റ് ഉണ്ടാക്കുന്ന കമ്പനിയാണ് ITC, ലിക്കർ ഉണ്ടാക്കുന്ന കമ്പനിയാണ് മെക്ഡവൽ അല്ലെങ്കിൽ യുണൈറ്റഡ് സ്പിരിറ്റ്സ്. അപ്പോൾ സിഗരറ്റ് ഉപയോഗിക്കുന്നു, മദ്യപിക്കുന്നു, അതിനുശേഷം ചില ആളുകൾക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നേക്കാം. സിഗരറ്റും മദ്യം ഉപയോഗിക്കുന്നവർ മാത്രമേ ഹോസ്പിറ്റലിൽ പോകുന്നു എന്ന് എനിക്ക് വാദമില്ല. പക്ഷേ ചില ആളുകൾക്കൊന്നും ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നേക്കാം, അമിത മദ്യപാനത്തിൻ്റെയോ അല്ലെങ്കിൽ അമിത പുകവലിയുടെയോ ആഫ്റ്റർ എഫക്ട്സ് ഉണ്ട്. ഈ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് മേ ബി അപ്പോളോ ഹോസ്പിറ്റൽസ് ആവാം. ഇനി ഹോസ്പിറ്റലിൽ ചെന്ന് കഴിയുമ്പോൾ ചിലപ്പോൾ നമുക്ക് ലാബിലേക്ക് പോകേണ്ടി വരും. ലാബ് എന്ന് പറയുന്നത് ഡോക്ടർ ലാൽ പാത്ത് ലാബ് ഉണ്ട്. ഞാൻ ഈ പറയുന്ന കമ്പനികളൊക്കെ മാർക്കറ്റിലുള്ളതാണ് കേട്ടോ. അപ്പോൾ ലാബിൽ പോയി അതിനുശേഷം മരുന്ന് വാങ്ങണം. മരുന്ന് കമ്പനികൾ എന്ന് പറയുന്നത് ടോറൻ ഫാർമയാവാം, സൺ ഫാർമയാവാം, ഡോക്ടർ റെഡ്ഡീസ് ആവാം, ഏത് വേണമെങ്കിലും ആവാം. അപ്പം മരുന്ന് വാങ്ങി അതിനുശേഷം ഡിസ്ചാർജ് ആവണം. ഡിസ്ചാർജ് ആകുമ്പോൾ എന്ത് വേണം? ഇൻഷുറൻസ് വേണം. ഇൻഷുറൻസ് കമ്പനികൾ നമ്മുടെ മാർക്കറ്റിലുണ്ട്. അപ്പോൾ ഒരു വ്യക്തിയുടെ ഒരു ലൈഫ് സ്റ്റോറിയിൽ എന്തൊക്കെ അയാൾക്ക് കണക്റ്റഡ് ആയിട്ടുള്ള ഓരോ സെക്ടേഴ്സിൽ അയാൾ ടച്ച് ചെയ്യുന്നുണ്ട്. ആ ടച്ച് ചെയ്യുന്നതൊക്കെ ചില കമ്പനികളിലാവും. ആ കമ്പനികളൊക്കെ മാർക്കറ്റിലുണ്ട്. ആ കമ്പനികളിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. ഇതുപോലെ നമുക്ക് വേറെ ഒരു കാര്യം പറയാൻ പറ്റുന്നത്, ഒരു മനുഷ്യൻ വീടുണ്ടാക്കുകയാണ്. വീടുണ്ടാക്കുന്ന സമയത്ത് അയാൾ എങ്ങനെ പോയാലും ഒരു 6-7 സെക്ടറിലേക്ക് പണം ചിലവാക്കുന്നുണ്ട്. ആദ്യമേ തന്നെ ഭിത്തി കെട്ടാൻ ഉപയോഗിക്കുന്ന സിമെൻറ്റ് അൾട്രാടെക് ആവാം, അല്ലെങ്കിൽ അംബുജ സിമെൻറ്റ്സ് ആവാം. ഈ കെട്ടിയ ഭിത്തിയിൽ പൊട്ടിച്ച് വയറിങ് നടത്തണം. വയറിങ് നടത്തുന്ന ഹാവൽസ് ആവാം, വി-ഗാർഡ് ആവാം. പൊട്ടിച്ച് വയറിട്ട സ്ഥലത്ത് പിന്നെയും തേച്ച് പുട്ടിയിട്ട് പെയിൻ്റ് അടിക്കണം. അത് ഏഷ്യൻ പെയിൻറ്റ്സ് ആവാം, അല്ലെങ്കിൽ ഇൻഡിഗോ ആവാം. ഇതിനുശേഷം വീടായതിനു ശേഷം സ്വിച്ചസ് ഒക്കെ വേണം. എഗെയിൻ അതിനുള്ള കമ്പനികൾ മാർക്കറ്റിലുണ്ട്. റൂഫിംഗ് ഷീറ്റ് ഇപ്പോൾ ജിൻഡാൽ സ്റ്റീൽ ആവാം, ഹിൻഡാൽകോ ആവാം. വീടിൻ്റെ ഫ്ലോറിങ്, ടൈല് ഇപ്പോൾ കജാരി ആവാം. അതുപോലെ സാനിറ്ററി വെയർ, സെറ ആവാം. ഇനി പണിയെല്ലാം കഴിഞ്ഞ് ഇവരെല്ലാവരും കൂടി ഒന്നില്ലെങ്കിൽ വല്ല പിൽഗ്രിമേജ് അല്ലെങ്കിൽ തീർത്ഥാടനത്തിന് പോകുന്നതായിരുന്നു വിചാരിക്കുക. പള്ളിയിലേക്കോ അമ്പലത്തിലേക്കോ ഒരു 10-12 പേർക്ക് ഒരുമിച്ച് പോകണം. ഇവരുപയോഗിക്കുന്നത് ചിലപ്പോൾ അർബേനിയ അല്ലെങ്കിൽ ഫോഴ്സ് മോട്ടോഴ്സിൻ്റെ ടെമ്പോ ട്രാവലർ പോലത്തെ വണ്ടി ഉണ്ടല്ലോ. ഈ ഫോഴ്സ് മോട്ടോഴ്സാണ് കഴിഞ്ഞ കുറേ വർഷമായിട്ട് ഏറ്റവും അധികം റിട്ടേൺസ് തന്നിരിക്കുന്ന ഓട്ടോ കമ്പനി. അപ്പോൾ നമ്മൾ എവിടേക്കാണോ നമ്മൾ പണം ചിലവാക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഏതൊക്കെ മേഖലയിലാണോ ഇൻവോൾവ് ആവുന്നത്,
ഇത് നമ്മളൊന്ന് ഒബ്സർവ് ചെയ്യുക, ഈ കമ്പനികൾ മാർക്കറ്റിലുണ്ടോ എന്ന് നോക്കുക, അനാലിസിസ് നടത്തുക, വേണ്ടപ്പെട്ടവരോട് ചോദിക്കുക, ഇൻവെസ്റ്റ് ചെയ്യുക. ഇത് B2C കമ്പനിയാണ്, അതായത് ബിസിനസ് ടു കസ്റ്റമറാണ് അല്ലെങ്കിൽ കൺസ്യൂമറാണ്. B2B ഉള്ള ഒരുപാട് കമ്പനികളും നമ്മുടെ നാട്ടിലുണ്ട്. അതെല്ലാം ഇതുപോലെ ഒരുപാട് വളർന്നിട്ടുണ്ട്. ഒരു ചെറിയ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ മഹീന്ദ്ര എന്ന് പറയുന്ന കാർ കമ്പനി എല്ലാ പാർട്സും മഹീന്ദ്ര തന്നെ ഉണ്ടാക്കുന്നതല്ല. മഹീന്ദ്രയുടെ കമ്പനിയിലേക്ക് കാറിൻ്റെ വിൻഷീൽഡ് അല്ലെങ്കിൽ ഷോക്ക് അബ്സോർബർ അങ്ങനെ പല പാർട്സും പല സ്ഥലത്തു നിന്നാണ് വാങ്ങുന്നത്. അപ്പോൾ ഇവർ B2B കമ്പനീസാണ്. പക്ഷേ ഇവരൊന്നും വലിയ പോപ്പുലർ അല്ല. പക്ഷേ ഇവരുടെയൊക്കെ സ്റ്റോക്കിൻ്റെ ഗ്രോത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെയധികം ഉണ്ടായിട്ടുണ്ട്. വലിയ നേട്ടം ആളുകൾക്ക്, ഇൻവെസ്റ്റേഴ്സിന് കിട്ടിയിട്ടുണ്ട്. ഇനി ഏറ്റവും എളുപ്പത്തിൽ ഏറ്റവും സേഫർ ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് രീതി എന്ന് പറയുന്നത് ഗോൾഡാണ്. മേ ബി നമ്മൾ മാർക്കറ്റിന്റെ റിട്ടേൺ വെച്ച് നോക്കുമ്പോൾ കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ കഴിഞ്ഞ മുന്നത്തെ വർഷം, കഴിഞ്ഞ 2 വർഷമൊക്കെ ആയിട്ട് വളരെയധികം റിട്ടേൺ തന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് ഗോൾഡ്. പക്ഷേ നമുക്ക് ഇവിടെ ഗോൾഡ് ETF ആയിട്ട് വാങ്ങാൻ പറ്റും. നമ്മൾ ഇപ്പോൾ ഹരിത ജ്വല്ലറിയിൽ പോയിട്ട് ഒരു സ്വർണം വാങ്ങുന്ന സമയത്ത് പണിക്കൂലി അല്ലെങ്കിൽ ടാക്സ് അങ്ങനെയുള്ള പല കാര്യങ്ങൾ കൊടുക്കണം. പക്ഷേ ഇവിടെ ഹരിതയ്ക്ക് ഒരു 120 രൂപയുണ്ടെങ്കിൽ ഒരു യൂണിറ്റ് ഗോൾഡ് വാങ്ങാൻ പറ്റും. ഇന്റർനാഷണൽ മാർക്കറ്റിൽ ഗോൾഡിന് എപ്പോഴാണോ വില കൂടുന്നത് അത്രയും ശതമാനം തന്നെ ഈ 120 രൂപയുടെ അല്ലെങ്കിൽ 130 രൂപയുടെ വാട്ട് എവർ ദ എമൗണ്ട്, ആ എമൗണ്ടിന് ആനുപാതികമായിട്ടുള്ള വളർച്ചയും കിട്ടും. എപ്പോഴാണോ വിൽക്കേണ്ടത് പണിക്കൂലിയും പണിക്കുറവും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ വിറ്റ് പിന്മാറാനും സാധിക്കും. ഇനി ഇതിനോടൊപ്പം തന്നെ ഗോൾഡിന്റെ കൂടെ തന്നെ ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് നിഫ്റ്റി ബീസ്. അതായത് 50 കമ്പനികളുടെ ഇൻഡെക്സിനെയാണ് നിഫ്റ്റി എന്ന് വിളിക്കുന്നത്. ആ നിഫ്റ്റിയുടെ ഒരു മിനിയേച്ചർ രൂപമാണ് നിഫ്റ്റി ബീസ്. അത് ഇപ്പം ഈ ഇത്രയും മാർക്കറ്റ് താഴ്ന്നു നിൽക്കുന്ന സമയത്ത് അതൊരു 260 രൂപയ്ക്കൊക്കെ കിട്ടും. അപ്പോൾ 260 + 120 സ്വർണത്തിന്റെ 380 രൂപ. അതായത് ഒരു ചിക്കൻ ബിരിയാണിയും ഒരു മട്ടൻ ബിരിയാണിയും. ഈ 2 കാര്യത്തിന് സ്പെൻഡ് ചെയ്യുന്ന തുകയേ ഉള്ളൂ ഏറ്റവും സേഫർ ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ഒരു വ്യക്തിക്ക് ഇന്ത്യയിൽ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇത് എപ്പോഴാണോ മാർക്കറ്റും ഗോൾഡും കൂടുന്നത് അതിന്റെ പ്രപ്പോർഷനേറ്റ് ആയിട്ടുള്ള പെർസെൻറ്റേജ് ഗ്രോത്തും ഡൗൺഫോളും ഈ 380 രൂപയിലുണ്ടാവും. ഏറ്റവും സേഫ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഇതുമാണ്. നമ്മുടെ നാട്ടിലെ കേരളത്തിലെ കമ്പനികളിൽ അങ്ങനെ ഒരു സഡൻ ഗ്രോത്ത് ഒക്കെ ഉണ്ടാക്കിയത് എടുത്തു പറയാൻ പറ്റുന്ന ഏതായിരിക്കും? കേരളത്തിലെ കമ്പനികൾ ഈ അടുത്ത് ഏറ്റവും ഗ്രോത്ത് ഉണ്ടാക്കിയത് നീറ്റ ജലാറ്റിൻ എന്ന് പറയുന്ന ഒരു കമ്പനിയുണ്ട്. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. കാര്യം കേരളവും ജപ്പാൻ എന്ന് പറയുന്ന ഒരു രാജ്യവും തമ്മിലുള്ള കൊളാബറേറ്റീവ് ഫേമാണ് നീറ്റ ജലാറ്റിൻ. കഴിഞ്ഞ 5 വർഷത്തിൽ ഓൾമോസ്റ്റ് 700% ആണ് നീറ്റ ജലാറ്റിൻ തന്ന റിട്ടേൺ. നമ്മൾ ഇന്ത്യക്ക് അല്ലെങ്കിൽ സംസ്ഥാനത്തിന് പുറത്തൊക്കെ ഒരുപാട് സ്റ്റോക്ക് അന്വേഷിച്ച് പോകുമ്പോൾ നമ്മുടെ ഈ എറണാകുളത്ത് അല്ലെങ്കിൽ ഇവിടെ ഓഫീസുള്ള നീറ്റ ജലാറ്റിൻ 5 വർഷത്തിൽ 700% റിട്ടേൺ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ കൊച്ചിൻ ഷിപ്പ്യാർഡ് എന്ന് പറയുന്ന സ്റ്റോക്ക്. അതും അത്യാവശ്യം ഗംഭീരമായി റിട്ടേൺ തന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ കുറച്ച് താഴ്ന്നു കിടക്കുകയാണെന്നുള്ളതാണ്. ഈ ഷിപ്പ്യാർഡിനെ കുറിച്ച് പറയുമ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇൻവെസ്റ്ററാണ് രാകേഷ് ജുൻജുൻവാല. അദ്ദേഹം മരണപ്പെട്ടു. അദ്ദേഹം ഗുരുവായിട്ട് കാണുന്ന ഒരാളുണ്ട്, രാധാകിഷൻ ദമാനി എന്ന് പറയുന്നത്. ഇപ്പം ഡിമാർട്ട് എന്ന് പറയുന്ന കമ്പനിയുടെയൊക്കെ ഓണറാണ്. ഈ നമ്മൾ മലയാളികളൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഈ രാധാകിഷൻ ദമാനി എന്ന് പറയുന്ന ആൾ വന്ന് ഈ കൊച്ചിൻ ഷിപ്പ്യാർഡിൽ ഇൻവെസ്റ്റ് ചെയ്യുകയും പിന്നീട് നല്ല റിട്ടേൺ അദ്ദേഹത്തിന് നേടിക്കൊടുക്കുകയും ചെയ്ത പിന്നീട് അത് എക്സിറ്റ് ആയോ ഇല്ലയോ എന്ന് നമുക്ക് അതിനകത്ത് ക്ലാരിറ്റി ഇല്ല. പക്ഷെ വളരെ വലിയ ഇൻവെസ്റ്റേഴ്സ് വരെ കേരളത്തിലുള്ള കമ്പനീസിൽ ഇൻവെസ്റ്റ് ചെയ്യുകയും ഒരുപാട് റിട്ടേൺ ഉണ്ടാക്കുകയും ചെയ്ത കഥകളുണ്ട്. സ്റ്റോക്ക് വാങ്ങിച്ച് മാത്രമാണോ മാർക്കറ്റിൽ നിന്ന് ഒരാൾക്ക് നേട്ടം ഉണ്ടാക്കാൻ പറ്റുന്നത്? സ്റ്റോക്ക് വാങ്ങിച്ച് മാത്രമല്ല, ചില കമ്പനികളിൽ ജോലി ചെയ്തു കഴിഞ്ഞാൽ ആ കമ്പനി അതിലെ ജീവനക്കാർക്ക് ESOPs എന്ന് പറയുന്ന ഒരു സംഗതി കൊടുക്കും. അതായത് ആ കമ്പനിയിലെ സ്റ്റോക്കിന്റെ മേലുള്ള അധികാരമാണ്. ഇപ്പോൾ US ഒരു കമ്പനിയുണ്ട്, NVIDIA എന്ന് പറയുന്ന കമ്പനി, കേട്ടിട്ടുണ്ടാവും. ആ കമ്പനിയുടെ 25% എംപ്ലോയീസിന്റെ നെറ്റ്വർത്ത് എന്ന് പറയുന്നത് 250 കോടിയാണ്. ഈ 250 കോടിയിലേക്ക് അവരുടെ വെൽത്ത് ഉയരാൻ കാരണം അവർക്ക് NVIDIA എന്ന് പറയുന്ന കമ്പനിയുടെ സ്റ്റോക്ക് അവരുടെ കയ്യിൽ ഉള്ളത് കൊണ്ടാണ്. നമ്മളിപ്പോൾ സംസാരിക്കുന്നത് ഏപ്രിലാണ്. ഒരു കുറച്ച് ദിവസം മുന്നേ എറ്റേണൽ എന്ന് പറയുന്ന കമ്പനി, അതായത് സൊമാറ്റോയും ബ്ലിങ്കിറ്റ് വൺ ചെയ്യുന്ന എറ്റേണൽ ESOPs ഇപ്പോൾ എംപ്ലോയീസിന് കൊടുത്തിട്ടുണ്ട്. ഇനി കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ കേരള ആയുർവേദ എന്ന് പറയുന്ന കമ്പനി കഴിഞ്ഞ വർഷം 2025 അവരുടെ എംപ്ലോയീസിന് ESOPs കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും കേരള ആയുർവേദ ഗ്രോ ചെയ്യുന്നതനുസരിച്ച് അതിലെ എംപ്ലോയീസിന്റെ വെൽത്തും കൂടും. സ്റ്റോക്സിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആളുകൾ ഒരു റിസർച്ച് അനലിസ്റ്റ് ആണ് ചേട്ടൻ. അപ്പോൾ ചേട്ടൻ്റെ അടുത്തേക്ക് അപ്രോച്ച് ചെയ്താൽ അവർക്ക് ഏതൊക്കെ രീതിയിൽ ബെനിഫിറ്റ്സ് കിട്ടും?
ഒരു റിസർച്ച് അനലിസ്റ്റ് എന്നുള്ള രീതിയിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരു കസ്റ്റമറിൻ്റെ പോർട്ട്ഫോളിയോ ഏറ്റവും നല്ല രീതിയിൽ മാർക്കറ്റിൽ എന്താണോ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള റിട്ടേൺ കിട്ടുന്നത് അത് ഏറ്റവും മികച്ച രീതിയിൽ അവർക്ക് നൽകുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ അതിനുള്ള അഡ്വൈസറി സർവീസസ് കൊടുക്കുക എന്നുള്ളതാണ് റിസർച്ച് അനലിസ്റ്റ് എന്നുള്ള രീതിയിൽ എൻ്റെ പ്രൊഫഷൻ. പിന്നെ നമുക്ക് അഡീഷണൽ ആയിട്ട് വരുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ ലേണിംഗ് പ്രോഗ്രാംസ് എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ CMT കുറിച്ച് സംസാരിച്ചു. അപ്പോൾ ഒരു സ്ട്രക്ചേർഡ് ആയിട്ട് ഒരു സ്കില്ല് പഠിക്കണമെങ്കിൽ അതിനെ ആ രീതിയിൽ തന്നെ നമ്മൾ അപ്രോച്ച് ചെയ്യണം. അപ്പോൾ അങ്ങനെ സീരിയസ് ആയിട്ട് പഠിക്കാനും ഇൻവെസ്റ്റ് ചെയ്യാനും ട്രേഡ് ചെയ്യാനും താല്പര്യമുള്ളവർക്ക് നമുക്കിവിടെ ഓഫീസിൽ വന്നു കഴിഞ്ഞാൽ അവർക്ക് അതിനുള്ള ഒരു ഫെസിലിറ്റി നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ നേരത്തെ സംസാരിച്ചു ഇനി ആൽഗോയിലേക്കാണ് എല്ലാ കാര്യങ്ങളും മാറുന്നതെന്ന്. ഇപ്പോൾ ഹരിതയ്ക്ക് ഒരു ഐഡിയ ഉണ്ട്, ആ ഐഡിയയെ നമ്മൾ ഓട്ടോമേറ്റ് ചെയ്യണം, ആ ഓട്ടോമേറ്റ് ചെയ്ത ഐഡിയയെ എക്സിക്യൂട്ട് ചെയ്യണം. അപ്പോൾ മാനുവൽ ട്രേഡിങ്ങിൽ നിന്നും അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്നും ഓട്ടോമേറ്റഡ് ട്രേഡിങ്ങിലേക്കും ഇൻവെസ്റ്റ്മെൻറ്റിലേക്കും ആളുകൾക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിലും നമ്മളെ സമീപിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് അവർക്കൊരു സർവീസസും കൊടുക്കാൻ സാധിക്കും. ഈ ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ ഇൻഫ്ലുവൻസേഴ്സ് പലപ്പോഴും P&L സ്റ്റേറ്റ്മെന്റ് കാണിക്കാറുണ്ട്. അങ്ങനെ ആളുകളെ അട്രാക്ട് ചെയ്യാറുണ്ട്. എന്തുകൊണ്ടാണ് ചേട്ടൻ്റെ കമ്പനി അത് ഷോക്കേസ് ചെയ്യാത്തത്? ഒന്നാമത്തെ കാര്യം, നമ്മളൊരു റിസർച്ച് അനലിസ്റ്റ് ആണ്. റിസർച്ച് അനലിസ്റ്റ് എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ പോർട്ട്ഫോളിയോയെ ഗ്രോ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന അഡ്വൈസറി സർവീസാണ് നമ്മൾ കൊടുക്കുന്നത്. പിന്നെ ഈ P&L സ്റ്റേറ്റ്മെൻറ്റ് തന്നെ ഒരുപാട് മാനിപ്പുലേഷൻ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. ഇപ്പോൾ ഒരു വ്യക്തിക്ക് 2 അക്കൗണ്ട് സൈമിൾട്ടേനിയസ് ആയിട്ടുണ്ടാവും. ഒരേ സമയത്ത് ഒരു അക്കൗണ്ടിൽ അദ്ദേഹം ബൈ ആയിരിക്കും ചെയ്യുന്നത്, ഒരു സ്ഥലത്ത് സെല്ലായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ലാഭവും നഷ്ടമുണ്ട്, പക്ഷെ നിങ്ങളുടെ അടുത്ത് കാണിക്കുന്നത് ആ ലാഭത്തിൻ്റെ കണക്കുകൾ മാത്രമായിരിക്കും. അപ്പോൾ ഇതിനകത്ത് മാനിപ്പുലേഷൻ ഇഷ്ടംപോലെ നടക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ഒരു 4-5 വർഷം മുമ്പ് എനിക്കും വലിയ താല്പര്യമൊക്കെയാണ് ഈ P&L സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു കുറച്ച് പ്രോഫിറ്റ് വന്നു കഴിഞ്ഞാൽ അത് ആളുകളെ കാണിക്കുക എന്നൊക്കെ ഉള്ളത്. കാര്യം അതിലൂടെ നമുക്കൊരു സിഗ്നലിംഗും ഉണ്ട്, പിന്നെ നമുക്കൊരു ഈഗോ ബൂസ്റ്റും ഉണ്ട്. പക്ഷെ നമ്മൾ ഈ ആളുകളായിട്ട് ഇടപഴകുമ്പോൾ ഈ ചില ആളുകളൊക്കെ ഇപ്പോൾ 2000-3000 ആളുകൾക്ക് ശമ്പളം കൊടുക്കുന്ന ആൾക്കാരുണ്ട്, ഇല്ലെങ്കിൽ ഒരു 100 കോടി രൂപയൊക്കെ CSR ആക്ടിവിറ്റി ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇവരുടെയൊക്കെ മുമ്പിൽ നമ്മൾ ഈ 10,000-ങ്ങളുടെയും ലക്ഷങ്ങളുടെയും P&L സ്റ്റേറ്റ്മെൻറ്റ് കാണിച്ച് നമ്മൾ ആരെയാണ് ഇമ്പ്രസ് ചെയ്യാൻ ശ്രമിക്കുന്നത്? ഇനി ഇത്രയും ലാഭം ഇല്ലാത്ത ആളുകൾക്ക് ആ P&L സ്റ്റേറ്റ്മെൻറ്റ് കാണുമ്പോൾ അവരുടെ ഉള്ളിലുണ്ടാവുന്ന ഫീലിങ്സും വേറെയാണ്. സോ ഇറ്റ്സ് ബെറ്റർ നമ്മുടെ വർക്കിൽ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കാര്യത്തിലൊരു സബ്സ്റ്റൻസ് ഉണ്ടായാൽ മതി. അത് സെൻസ് ചെയ്യുന്ന ആളുകൾ നമ്മളെ അടുത്ത് എന്തായാലും വരും. അല്ലാത്തവരുടെ അടുത്ത് നമ്മളത് കാണിക്കേണ്ട ആവശ്യമില്ല. ബേസിക്കലി ഒരു നോ ഫ്ലെക്സ് ഇസ് ദ ന്യൂ ഫ്ലെക്സ് എന്നുള്ള കോൺസെപ്റ്റാണ്. അപ്പോൾ ഫ്ലെക്സ് ചെയ്യണ്ട, ആവശ്യമില്ല, പീപ്പിൾ വിൽ സെൻസ് ഇറ്റ്. നമ്മൾ ഇൻസ്റ്റയും യൂട്യൂബും ഒക്കെ തുറന്നു കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് കാണാൻ പറ്റുന്നതാണ് നിങ്ങൾ 2000 ഇൻവെസ്റ്റ് ചെയ്യൂ, 3000 ഇൻവെസ്റ്റ് ചെയ്യൂ, നിങ്ങൾ കോടീശ്വരനാകും എന്നുള്ളത്. അത്തരത്തിൽ ഇൻവെസ്റ്റ് ചെയ്ത മ്യൂച്വൽ ഫണ്ടിലോ SIP-യിലോ ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അങ്ങനെ കോടീശ്വരനാകാൻ പറ്റുമോ? മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്താൽ കോടീശ്വരനാകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്ത് അവരുടെ സ്റ്റോക്ക് ഹോൾഡ് ചെയ്ത് കോടീശ്വരന്മാരായ ആളുകൾ ഒട്ടനവധി പേര് ഇന്ത്യയിലുണ്ട്. ഈ മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ എമൗണ്ട് നമ്മൾ നിക്ഷേപിക്കുന്നു, അത് യൂണിറ്റ് വാല്യൂവിൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്നു. നേരെ മറിച്ച് ഇൻവെസ്റ്റ്മെൻറ്റിൽ എന്താ നമ്മൾ ചെയ്യുന്നത്? 1500 രൂപയ്ക്ക് ഒരു സ്റ്റോക്ക് വാങ്ങിയ ആ സ്റ്റോക്ക് താങ്കളുടെ പേരിലേക്ക് വരികയാണ് ചെയ്യുന്നത്. ഈ കമ്പനി ഗ്രോ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഈ ഗ്രോത്ത് ആ സ്റ്റോക്കിൽ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ ഈ മ്യൂച്വൽ ഫണ്ടിൽ ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റോക്സ് ആണ്. അപ്പോൾ ഒരു പെർട്ടിക്കുലർ കമ്പനിയുടെ വാല്യൂ കൂടി എന്നുള്ളതുകൊണ്ട് മ്യൂച്വൽ ഫണ്ടിൽ ഹരിതയുടെ NAV കൂടണമെന്നില്ല. NAV എന്ന് പറഞ്ഞാൽ നെറ്റ് അസറ്റ് വാല്യൂ കൂടണമെന്നില്ല. അതുമാത്രമല്ല, ഇൻഡിവിജ്വലി നമ്മളൊരു സ്റ്റോക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആ സ്റ്റോക്ക് ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് അതിനകത്തൊരു ബുദ്ധിമുട്ട് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് പിന്മാറാനുള്ള അവസരമുണ്ട്. നേരെ മറിച്ച് മ്യൂച്വൽ ഫണ്ടിൽ ഒരു കസ്റ്റമർ അല്ല തീരുമാനിക്കുന്നത് ആ സ്റ്റോക്കിൽ നിന്ന് എപ്പോൾ ഇറങ്ങണം എന്ന്. ഈ ഡൽഹിയിലോ മുംബൈയിലോ ഗുർഗാവണിലോ ഇരിക്കുന്ന ഫണ്ട് മാനേജേഴ്സാണ് ചിന്തിക്കുന്നത് അതിൽ നിന്ന് എപ്പോൾ ഇറങ്ങണം എന്നുള്ളത്. ഇനി അവിടുത്തെ അനലിസ്റ്റുകൾ പെട്ടെന്ന് വിചാരിച്ചാൽ പോലും അതിൽ നിന്ന് ഇറങ്ങാൻ സാധിക്കണം എന്നില്ല. കാര്യം ഇപ്പോൾ HDFC അല്ലെങ്കിൽ നിപ്പോൺ അല്ലെങ്കിൽ ആദിത്യ ബിർള ഇങ്ങനെയുള്ള കമ്പനികൾ ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് കോടിക്കണക്കിന് രൂപയാണ്. അപ്പോൾ അവർക്കൊരു ദിവസം അവർ വിചാരിച്ചാൽ പോലും പുറത്തേക്ക് ഇറങ്ങി വരാൻ പറ്റണം എന്നില്ല. സോ ഒരു ഇൻഡിവിജ്വൽ ഇൻവെസ്റ്ററിന് മ്യൂച്വൽ ഫണ്ടിലൂടെ എപ്പോഴും നേട്ടം ഉണ്ടാവും എന്നുള്ളൊരു ധാരണ അതത്ര ശരിയാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഇനി ഇതിനോടനുബന്ധിച്ച് പറയേണ്ട ഒരു കാര്യം, പ്രശാന്ത് ജെയിൻ എന്ന് പറയുന്ന ഇന്ത്യയിലെ HDFCയെ നയിച്ച ഒരാളുണ്ടായിരുന്നു. HDFC മ്യൂച്വൽ ഫണ്ടിനെ നയിച്ച ഒരാളുണ്ടായിരുന്നു. അദ്ദേഹം ഈ അടുത്ത് കമ്പനിയിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് അദ്ദേഹം ഒരു കത്ത് എഴുതിയിട്ടുണ്ട്.
ആ കത്തിൽ അദ്ദേഹം പറയുന്നത് ഇത്രയും കാലത്ത് അദ്ദേഹത്തിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ജേണിയിൽ 465 സ്റ്റോക്കിൽ അദ്ദേഹം നിക്ഷേപിച്ചിട്ടുണ്ട്. ഇൻഡിവിജ്വലി അല്ല, ആ കമ്പനി. പക്ഷേ അതിൽ 55 എണ്ണം മാത്രമേ വിജയിച്ചിട്ടുള്ളൂ. അപ്പോൾ അദ്ദേഹത്തിന് HDFC എന്ന് പറയുന്ന ബ്രാൻഡുണ്ട്, ഇത്രയും ഫണ്ടുണ്ട്, ഇത്രയും നെറ്റ്വർക്ക് ഉണ്ട്. എന്നിട്ട് പോലും അദ്ദേഹത്തിന് ആ 55% സ്റ്റോക്കുകളിൽ 55 എണ്ണത്തിലാണ് വിജയകരമായിട്ട് റിട്ടേൺസ് ഉണ്ടാക്കാൻ സാധിച്ചത്. അപ്പോൾ ബാക്കിയുള്ള എല്ലാ കമ്പനികളിലും മേ ബി ചിലതിൽ നഷ്ടമായിരിക്കാം, ചിലതിൽ വളരെ മീഡിയോക്കർ റിട്ടേൺ ആയിരിക്കാം. അപ്പോൾ അദ്ദേഹത്തിന് അതേ സാധിക്കുന്നുള്ളൂ എന്ന് അദ്ദേഹം വളരെ വിനയത്തോടെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ മ്യൂച്വൽ ഫണ്ട് എപ്പോഴും സഹിയല്ല. ചില സമയത്ത് കാലങ്ങളെടുത്ത് ഈ പറയുന്ന എല്ലാ ഫാക്ടേഴ്സും നമുക്ക് അനുകൂലമായിട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ മേ ബി കാലക്രമേണ നല്ലൊരു വെൽത്ത് ക്രിയേഷൻ മ്യൂച്വൽ ഫണ്ട് ഉണ്ടാവും. ബട്ട് ഇൻഡിവിജ്വലി ഇൻവെസ്റ്റ് ചെയ്യുന്നത് മികച്ച രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും മ്യൂച്വൽ ഫണ്ടിനെ ബീറ്റ് ചെയ്യും ഇയാൾ. ഈ ഇൻഫ്ലുവൻസർമാർ എന്ന് പറയുന്നവരെ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ നമുക്ക് ഒരുപാട് കാണാൻ പറ്റും. ഇവർക്ക് രജിസ്ട്രേഷൻ ഉണ്ടോ എന്ന് എങ്ങനെ അറിയാൻ പറ്റും? അതുപോലെ എക്സ്പേർട്സ് ആയിട്ടാണ് ഇവർ ബിഹേവ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ഇവർ എക്സ്പേർട്സ് ആണോ എന്ന് എങ്ങനെ മനസ്സിലാക്കാം? ഹരിത, ഈ എല്ലാ യൂട്യൂബേഴ്സും സ്കിൽഡ് പ്രൊഫഷണൽസ് അല്ല. അതുപോലെ എല്ലാ സ്കിൽഡ് പ്രൊഫഷണൽസും നല്ല യൂട്യൂബേഴ്സ് അല്ല. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ MBBS 3rd ഇയറോ 4th ഇയറോ പഠിക്കുന്നൊരു കുട്ടി, അവർ വളരെ മനോഹരമായിട്ടൊരു വീഡിയോ ഉണ്ടാക്കുന്നു. എല്ലാ കാര്യങ്ങളെക്കുറിച്ച് നല്ല എയ്സ്തെറ്റിക്കലി വളരെ പ്ലീസിങ് ആയിട്ട് നല്ല കോണ്ടന്റും VFX ഒക്കെ ഉപയോഗിച്ചൊരു വീഡിയോ ഉണ്ടാക്കുന്നു. അതേ സമയത്ത് 10-12 വർഷം അല്ലെങ്കിൽ 15 വർഷം എക്സ്പീരിയൻസ് ഉള്ള ഒരു ഡോക്ടർ ഒരു ഹോസ്പിറ്റലുണ്ടെന്ന് വിചാരിക്കാം. അദ്ദേഹം MBBSും MDയും സൂപ്പർ സ്പെഷ്യാലിറ്റിയും DMും എല്ലാം കഴിഞ്ഞ് വന്നിരിക്കുന്നതാണ്. ഹരിത കാണുന്ന വീഡിയോ ചിലപ്പോൾ ഈ MBBS പഠിക്കുന്ന കുട്ടിയുടെ ആയിരിക്കാം. പക്ഷേ ഹരിതയ്ക്കൊരു പ്രശ്നം വന്നാൽ, അല്ലെങ്കിൽ ഒരു സർജറി വന്നാൽ, അല്ലെങ്കിൽ ഒരു മരുന്ന് വാങ്ങേണ്ടി വന്നു കഴിഞ്ഞാൽ ഹരിത ആരുടെ അടുത്താണ് പോവുക? മറ്റേ എക്സ്പെർട്ടിൻ്റെ ഡോക്ടറിൻ്റെ അടുത്താണ് പോവുക. അപ്പോൾ യൂട്യൂബിൽ കാണുന്നത് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ കാണുന്നത് അല്ലെങ്കിൽ ഫോളോവേഴ്സ് എന്നുള്ളതല്ല ഒരു മേഖലയിൽ ഒരാളുടെ പ്രൊഫഷണലിസം അല്ലെങ്കിൽ അയാളുടെ സ്കില്ലിനെ നിർണ്ണയിക്കുന്നത്. യൂട്യൂബ് അല്ലെങ്കിൽ കോണ്ടന്റ് ക്രിയേഷൻ അത് വേറൊരു സ്കില്ലാണ്. അത് മനോഹരമായിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ആരോഗ്യം പോലെ തന്നെ പ്രധാനമാണ് പണം എന്ന് പറയുന്നത്. ഇത്രയും കാലം അധ്വാനിച്ചുണ്ടാക്കിയ പണമാണല്ലോ. അപ്പോൾ അത് നമ്മൾ എവിടെയെങ്കിലും നിക്ഷേപിക്കാനോ അല്ലെങ്കിൽ അത് എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കാനോ പോകുമ്പോൾ അതിൻ്റെ എക്സ്പേർട്സിൻ്റെ അടുത്ത് പോകുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ഓപ്ഷൻ. പിന്നെ സെബി രജിസ്റ്റേർഡ് ആണോ ഒരാൾ എന്നറിയാൻ വളരെ എളുപ്പമാണ്. സെബിയുടെ ഒരു വെബ്സൈറ്റ് ഉണ്ട്, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ വെബ്സൈറ്റാണ്. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഏജൻസിയാണ് സെബി എന്ന് പറയുന്നത്. സെബിക്ക് ഒരു ഒഫീഷ്യൽ വെബ്സൈറ്റ് ഉണ്ട്. ആ വെബ്സൈറ്റിൽ കയറി റിസർച്ച് അനലിസ്റ്റുകൾ ആരൊക്കെയാണെന്ന് അറിയാൻ പറ്റും. PMS ലൈസൻസ് ആർക്കൊക്കെ ഉണ്ടെന്ന് അറിയാൻ പറ്റും. ഇത് സ്റ്റേറ്റ് വൈസ് തന്നെ നമുക്ക് സെഗ്മെൻറ്റ് ചെയ്ത് നമുക്കിപ്പോൾ കേരളത്തിൽ എത്ര പേർക്ക് രജിസ്ട്രേഷൻ ഉണ്ട് നമുക്ക് അതിനകത്ത് നിന്ന് അറിയാൻ പറ്റും. അപ്പോൾ അത് നോക്കി അതിലുള്ള ആളുകളെ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന ആളുകൾ സമീപിച്ചാൽ കാര്യങ്ങൾ കുറച്ചുകൂടി നന്നായിട്ട് നടക്കും. ഇത്രയും നേരത്തെ ഒരു കോൺവെർസേഷനിൽ ഇപ്പോൾ സ്റ്റോക്സും ഇൻവെസ്റ്റ്മെൻറ്റിനെ ഒന്നും കുറിച്ച് കൂടുതലൊന്നും അറിയാത്ത ഒരാളെന്നുള്ള രീതിയിൽ എനിക്ക് പോലും ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്ത് പോകുന്ന ആളുകൾക്കൊക്കെ ചേട്ടനെ സമീപിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ഹെൽപ്ഫുൾ ആവുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇത്രയും നേരത്തെ കോൺവെർസേഷനും ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നതിനും താങ്ക് യു സോ മച്ച്. താങ്ക് യു.